ഒരു സ്റ്റോക്ക് പ്രൈസ് താഴെ പോകുന്നത് കമ്പനി നെഗറ്റീവ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് കൊണ്ടോ നെഗറ്റീവ് ന്യൂസ് വരുന്നത് കൊണ്ടോ അല്ല. മറിച്ച് ഈ ന്യൂസിനും റിപ്പോർട്ടിനും ഒക്കെ മാസങ്ങൾക്ക് മുൻപേ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആ സ്റ്റോക്കിൽ നടത്തിയിട്ടുണ്ടാവുന്ന സെല്ലിംഗ് മൂലമുള്ള സപ്ലൈ വരുന്നത് കൊണ്ടാണ്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുന്നതിന് മുൻപേ തന്നെ, ഒരുപാട് മുൻപേ തന്നെ ആ സ്റ്റോക്കുകളിൽ, അദാനിയുടെ സ്റ്റോക്കുകളിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെല്ലിംഗ് തുടങ്ങിയിരുന്നു എന്നത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ സെല്ലിംഗ് മുൻകൂട്ടി ട്രാക്ക് ചെയ്യാനാവുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് എപ്പോൾ താഴേക്ക് പോകും, റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് മുകളിലേക്കാവുമോ താഴേക്കാവുമോ പോവുക എന്നെല്ലാം മുൻകൂട്ടി നമുക്ക് അനുമാനിക്കാനാവും. അദാനിയുടെ സ്റ്റോക്കുകൾ നമ്മളുടെ സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ടാണ് വരിക. ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വൈക്കോഫിന്റെ ഫേസസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള അതേ ഇമാമി ലിമിറ്റഡ് ആണ്, വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബാർ ബി ബാർ വോളിയം അനാലിസിസ് ആണ്, അഥവാ വൈക്കോഫ് ടേപ്പ് റീഡിംഗ് ആണ്. അതിനുവേണ്ടി നമ്മൾ പ്രിലിമിനറി സപ്ലൈയുടെ അടുത്തുള്ള ക്യാൻഡിലുകൾ മുതലാണ് വോളിയം അനാലിസിസ് നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സ്വിംഗ് അനാലിസിസ് നടത്തിയത് നിങ്ങൾക്കറിയാമല്ലോ. അതിൽ നെഗറ്റിവിറ്റി തുടങ്ങിയ ആ ഒരു പ്ലേസ് മുതലാണ് നമ്മൾ വോളിയം അനാലിസിസ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, ഈ 3-4 നെഗറ്റീവ് ക്യാൻഡിലുകളിൽ വോളിയം കമ്പാരിറ്റീവ്ലി കുറവ് തന്നെയാണ്. എന്നാലും മാത്രമല്ല, ഈ താഴെയുള്ള ക്യാൻഡിൽ റെഡ് കളറിലാണെങ്കിലും അതൊരു ഹാമർ ആണ്. മാത്രമല്ല അവസാനിക്കുന്നത് ഒരു സപ്പോർട്ട് ഏരിയയിലായതുകൊണ്ട് അതിനുശേഷം ഉണ്ടാവുന്ന ക്യാൻഡിൽ പോസിറ്റീവായി. ഈ പോസിറ്റീവ് ക്യാൻഡിൽ തന്നെ നല്ല വോളിയവും നല്ല ബോഡി മൂവ്മെന്റും ഉണ്ട്. മുമ്പുള്ള ക്യാൻഡിലുകൾ സമാനമായ പ്രൈസ് മൂവ്മെന്റ് തന്ന ക്യാൻഡിലുകളുമായി പരിഗണിക്കുമ്പോൾ ഏകദേശം സമാനമായ പ്രൈസ് മൂവ്മെന്റും ഉണ്ട്. അതുകൊണ്ട് തൊട്ടടുത്ത ക്യാൻഡിൽ പോസിറ്റീവ് ആണെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ തൊട്ടടുത്ത ക്യാൻഡിൽ ഉണ്ടായിട്ടുള്ളത് ഡോജിയാണ്. അതായത് അത് കുറഞ്ഞ വോളിയത്തിലുമാണ്. അവിടെ ആ ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരുപക്ഷെ ബൈയിങ്ങോ സെല്ലിങ്ങോ നടത്തിയിട്ടുണ്ടാവില്ല. റീറ്റെയിലേഴ്സ് ആയിരിക്കണം അന്ന് സെല്ലിംഗ് നടത്തിയിട്ടുള്ളത്. കാരണം വോളിയം വളരെ ആവറേജിന്റെയും പകുതിയായിട്ടാണ് നമുക്ക് കാണാനാവുന്നത്. ഓക്കെ, ഇനി തൊട്ടടുത്ത ക്യാൻഡിൽ പോസിറ്റീവ് ആവാനാണ് സാധ്യത. കാരണം പ്രൈസ് മൂവ്മെന്റും വോളിയം മൂവ്മെന്റും അത് പരസ്പരം സഹകരണത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ സംഭവിച്ച ഗ്രീൻ ക്യാൻഡിൽ കുറഞ്ഞ വോളിയത്തിൽ തന്നെ നല്ല പ്രൈസ് മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിന് ശേഷം വരുന്ന ക്യാൻഡിലുകൾ പോസിറ്റീവ് ആകുമെന്നാണ്. ഓക്കെ, ഈ സമാനമായ പ്രൈസ് മൂവ്മെന്റ് നടന്ന മറ്റൊരു ക്യാൻഡിലാണ് ഇവിടെ. ആ ദിവസം ഉണ്ടായ വോളിയത്തെക്കാൾ കുറഞ്ഞ വോളിയമാണ് ഈ കറസ്പോണ്ടിങ് ഗ്രീൻ ക്യാൻഡിലിന് വന്നിട്ടുള്ളത്. ശേഷം സംഭവിക്കേണ്ട ക്യാൻഡിലുകൾ പോസിറ്റീവ് ആയിരുന്നു. എന്നാൽ ഫോം ചെയ്തിട്ടുള്ളത് പോസിറ്റീവ് ആണോ? റെഡ് ക്യാൻഡിലുകളല്ലേ, അത് നെഗറ്റീവ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, അത് പോസിറ്റീവ് ആണ്. കാരണം നിങ്ങൾ ഈ 3 വോളിയം ബാറുകളും കൂടെ അട്ടിക്ക് വെച്ചാൽ എത്ര വരും? ഏകദേശം ഈ ഒരു ഹൈറ്റ് വരില്ലേ? ഈ ക്രോസ് ഓവർ നിൽക്കുന്ന അതേ ഒരു ഹൈറ്റ് വരും. അതായത് നല്ല വോളിയം ഉണ്ടെന്ന്. എന്നാൽ ആ 3 ദിവസത്തെ സെല്ലിങ്ങിന്റെയും കൂടെ ക്യാൻഡിലിന്റെ ലെങ്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മാത്രമാണ് വരിക. ഈ ഫസ്റ്റ് ഡേയിൽ ഫോം ചെയ്ത ക്യാൻഡിലിന്റെ ടോപ്പ് മുതൽ ലാസ്റ്റ് ഡേയിൽ ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിലിന്റെ അവസാനം വരെയാണ്. അതായത് പ്രൈസ് മൂവ്മെന്റ് കുറവും വോളിയം കൂടുതലുമാണ്. അതിന്റെ അർത്ഥം അത് പോസിറ്റീവ് തന്നെയാണ് എന്നാണ്. അതിനുശേഷം ഉണ്ടാവാൻ പോകുന്ന ക്യാൻഡിലുകളും പോസിറ്റീവ് തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, അതിനുശേഷം ഫോം ചെയ്തിട്ടുള്ള 2 ക്യാൻഡിലുകൾ, രണ്ടിലും മോഡറേറ്റ്ലി നല്ല വോളിയം ഉണ്ട്, അതിനനുസരിച്ചുള്ള പ്രൈസ് മൂവ്മെന്റുകളും ഉണ്ട്. പക്ഷെ അതിനുശേഷം ഫോം ചെയ്ത 3-ാമത്തെ ദിവസത്തെ ക്യാൻഡിൽ, അതായത് ഈ 2 പച്ച ക്യാൻഡിലുകൾ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക സ്റ്റോക്ക് ഇനി മുകളിലേക്ക് തന്നെ പോകും എന്ന് തന്നെയാണ്. മാത്രമല്ല, ഈ ഗ്രീൻ ക്യാൻഡിൽ ഇപ്പോൾ ക്രോസ് ഓവർ നിൽക്കുന്നത് മുതൽ അടുത്ത ക്രോസ് ഓവർ വരെ നിൽക്കുന്നത് വരെയുള്ള ഗ്രീൻ ക്യാൻഡിൽ ഒരു ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ്. ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. കാരണം വൈക്കോഫിലേക്ക് വരുമ്പോൾ, വൈക്കോഫ് ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് ആണ്, ബിഗിനേഴ്സിനുള്ളതല്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്യാൻഡിൽ സ്റ്റിക് പഠിക്കുന്നതിനേക്കാൾ മുൻപ് നിങ്ങൾ പഠിക്കേണ്ടത് റിസ്ക് മാനേജ്മെന്റ് ആണ്. അതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഉടനെ തന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്, പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ക്യാൻഡിലുകൾ നോക്കാം. ഓക്കെ, അതിനു മുമ്പ് ഈ ഗ്രീൻ ക്യാൻഡിൽ ബുള്ളിഷ് കണ്ടിന്യൂഷൻ കിട്ടിയതിന്റെ ശേഷം ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല പ്രൈസ് മൂവ്മെന്റും അതുപോലെ തന്നെ വോളിയവും ഉണ്ട്. അതിന് വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് താഴേക്ക് മൂവ്മെന്റും കിട്ടിയിട്ടുണ്ട്. അത് തൊട്ടടുത്ത ദിവസം ഉണ്ടായിട്ടുള്ള ക്യാൻഡിലിനെ പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിലാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്.
പക്ഷെ അതിന് തൊട്ടടുത്ത ദിവസം നല്ല വോള്യത്തോട് കൂടെ തന്നെ, അത്യാവശ്യം വോള്യത്തോട് കൂടെ തന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി. പക്ഷെ നമ്മൾ അതിന്റെ സൈസ് നോക്കുമ്പോൾ കറസ്പോണ്ടിങ് വോള്യത്തിൽ വന്നിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഇവിടെ ഉള്ളത്, ഇപ്പൊ ഈ ക്രോസ് ഓവർ നിൽക്കുന്നത്. അതിന്റെ പ്രൈസിന്റെ സ്പ്രെഡ് നോക്കുമ്പോൾ ഈ ഉള്ളതിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് സ്റ്റിൽ അവിടെ സെല്ലിംഗ് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നെഗറ്റീവ് ആയി നമ്മൾക്ക് ഇത്തിരി തോന്നുമെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങൾ ഉള്ളിൽ ഫോം ചെയ്യുന്ന ക്യാൻഡിലുകൾ എങ്ങനെ, വോള്യം എങ്ങനെയെന്ന് നോക്കിയിട്ട് വേണം മുന്നോട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഫോം ചെയ്ത റെഡ് ക്യാൻഡിൽ വോള്യം കുറവാണ്, പ്രശ്നമൊന്നുമില്ല, പോസിറ്റീവ് തന്നെയാണ്. പിന്നീട് സാധാരണ ഒരു വോള്യത്തിൽ, ഏകദേശം ഈ ക്യാൻഡിലിന് സമാനമായ ഒരു വോള്യത്തിൽ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. ഈ ഗ്രീൻ ക്യാൻഡിൽ നല്ല പോസിറ്റീവ് തന്നെയാണ്. ആ പോസിറ്റീവ് ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം ഫോം ചെയ്ത ക്യാൻഡിൽ ഒരു അലാമിങ് ക്യാൻഡിലാണ്. എന്തുകൊണ്ട് എന്ന് പറയാം. ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അവിടെ സെല്ല് ചെയ്യുകയാണ്. ഞാൻ അതിന്റെ കാരണം പറയാം. ഓക്കെ, ഇത് ഈ തൊട്ട് മുമ്പുള്ള ദിവസത്തെ ക്യാൻഡിൽ നോക്കൂ. അന്നത്തെ പ്രൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം അതിന്റെ വോള്യം, ഇതിപ്പോ ഇതിന്റെ ആവറേജ് വോള്യം കാണിക്കുന്നത് 20 ദിവസത്തെ ആവറേജ് കാണിക്കുന്നത് 1.62 മില്യൺ ആണ്. അപ്പോൾ ഏകദേശം അതിൽ 2 മില്യൺ അടുത്ത് വരും ആ ദിവസത്തെ വോള്യം. നമുക്കത് കറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്യാം. 2 മില്യൺ വോള്യം വന്നു, ഇത്രയും പ്രൈസ് മൂവ്മെന്റ് കിട്ടി. തൊട്ടടുത്ത ദിവസം ഏകദേശം 2 മില്യൺ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ 2 മില്യണിനോട് അടുത്ത് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉള്ള ഒരു വോള്യം തൊട്ടടുത്ത ദിവസത്തെ ഗ്രീൻ ക്യാൻഡിലിനും ഉണ്ട്. എന്നാൽ അന്ന് കിട്ടിയ പ്രൈസ് മൂവ്മെന്റ് വളരെ കുറവാണ്. അത് പറയുന്നത് അവിടെ അൺലിമിറ്റഡ് സപ്ലൈ ഉണ്ട് എന്നാണ്. ഓക്കെ, അതെങ്ങനെയാണ് എന്നും കൂടെ പറയാം. അതിന്റെ മുമ്പ് നമുക്ക് തൊട്ടടുത്ത 2-3 ക്യാൻഡിലുകളൂടെ നോക്കിയിട്ട് വോള്യം കൂടെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് പറയാം. അതായിരിക്കും നല്ലത്. ഓക്കെ, യെസ്. അതിനുശേഷം സംഭവിച്ച ക്യാൻഡിൽ ഒരു ഹാങ്ങിങ് മാൻ ആണ്. ഹാങ്ങിങ് മാൻ ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. നമ്മൾ അതിന്റെ മുൻപുള്ള ക്യാൻഡിലിൽ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് രണ്ടാമത്തെ കൺഫർമേഷൻ ആണ് നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാനുള്ള ഹാങ്ങിങ് മാൻ. അതിന് ഹാങ്ങിങ് മാനും അത്യാവശ്യം വോള്യം ഒക്കെ ഉണ്ട്. ഇതിന് ശേഷം സംഭവിച്ചിട്ടുള്ള ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ, വീണ്ടും ഡോജി ക്യാൻഡിലാണ്, വളരെ ഹൈ വോള്യം ഉണ്ട്. അതായത് അവിടെ സെല്ലിംഗ് ഉണ്ട്. ആ അൺലിമിറ്റഡ് സപ്ലൈ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഞാൻ പറയാം, ഒരു 2-3 നിമിഷത്തിൻ്റെ ഉള്ളിൽ അത് പറയാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ നെഗറ്റീവ് ക്യാൻഡിലാണ് ഇത്. വോള്യം കൂടുതലാണ്, പ്രൈസ് മൂവ്മെന്റും കൂടുതലാണ്. ഇനി അതിന്റെ ശേഷം വന്ന ഗ്രീൻ ക്യാൻഡിൽ വീണ്ടും നല്ല നെഗറ്റീവ് സൈനാണ് തരുന്നത്. നല്ല വോള്യം ഉണ്ട്, പക്ഷേ പ്രൈസ് മൂവ്മെന്റ് വളരെ കുറവാണ്. സമാനമായ വോള്യമുള്ള ഒരു ക്യാൻഡിലാണ് ഇത്. അത്രയ്ക്കില്ലെങ്കിലും ഏകദേശം അടുത്ത ക്യാൻഡിലാണ്. നിങ്ങൾക്ക് സമാനമായ മൂവ്മെന്റ് ഉള്ള ക്യാൻഡിലുകൾ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ടും കാണാം. ഓക്കെ, അതിനൊക്കെ ഉണ്ടാകുന്ന പ്രൈസ് മൂവ്മെന്റിനെക്കാളും കുറവാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രൈസ് മൂവ്മെന്റ്. അതിന്റെ അർത്ഥം അവിടെ നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ ഇനി ഉണ്ടാവാൻ പോകുന്ന മൂവ്മെന്റ് താഴേക്കാണ് എന്നാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് വെച്ചോ, ഇല്ലെങ്കിൽ മുകളിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് ഇറങ്ങുകയൊക്കെ ചെയ്യാം. ഇല്ലെങ്കിലോ നിങ്ങൾക്ക് ആ മുകളിലെ ഈ ക്യാൻഡിലിൽ തന്നെ ഇറങ്ങാം. ഞാൻ പറഞ്ഞു ഇതാണ് ഏറ്റവും നെഗറ്റീവ് ക്യാൻഡിൽ എന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ റേഞ്ച് വരച്ചപ്പോ, കഴിഞ്ഞ വീഡിയോയിൽ റേഞ്ച് വരച്ചപ്പോൾ ഈ പ്രിലിമിനറി സപ്ലൈയുടെ താഴെ ഭാഗത്ത് നിന്ന് നമ്മൾ സപ്പോർട്ട് വരച്ചിരുന്നു. അതേപോലെ തന്നെ ക്ലൈമാക്സിൽ, ബൈയിങ് ക്ലൈമാക്സിൽ നമ്മൾ ഇതിന്റെ മുകൾ ഭാഗത്തെ റേഞ്ചും വരച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിന്റെ വോള്യം, ഇതിൽ ഓരോ ദിവസവും എത്ര വോള്യം ഉണ്ടായി എന്ന് കൂടെ അനലൈസ് ചെയ്തതിന്റെ ശേഷം നമ്മൾക്ക് ബാക്കി വീഡിയോ ആയിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, നമ്മൾ ഇത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കറക്റ്റ് ഓരോ ദിവസവും ഉണ്ടായിട്ടുള്ള വോള്യം കിട്ടും. ഓക്കെ, നമ്മളുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ 2 ക്യാൻഡിലുകളാണ്. 2.6 മില്യൺ ആണ് ഈ ഗ്രീൻ ക്യാൻഡിൽ, അവസാനം സ്ക്രീനിന്റെ അവസാനത്തിൽ കാണുന്ന ഗ്രീൻ ക്യാൻഡിലിനുള്ളത്. ഇത് നിങ്ങൾക്ക് സൂം ചെയ്യണമെങ്കിൽ, കാണുന്നില്ലെങ്കിൽ ഞാനൊന്ന് സൂം ചെയ്യാം. 2.6 മില്യൺ ആണ് ലാസ്റ്റ് ക്യാൻഡിലുള്ളത്. നമ്മൾ ഏറ്റവും ലെഫ്റ്റ് ഭാഗത്ത്, ഇവിടെ ഈ കഴ്സർ കാണുന്ന ഭാഗത്തുള്ള ക്യാൻഡിലിനെ പറ്റിയാണ് പറയുന്നത്. ഇനി അതിന്റെ ശേഷം ഉണ്ടായ ഡോജി ക്യാൻഡിൽ, ആ ക്യാൻഡിലിൽ ഉണ്ടായിട്ടുള്ളത് 2.1 മില്യൺ ആണ്, മറ്റത് 2.06 മില്യൺ. രണ്ടും ഏകദേശം അടുത്തടുത്ത വാല്യൂലാണ്. ഒരു 60,000 ഒക്കെ മാറ്റമേ ഉള്ളൂ. വോള്യത്തിൽ അത്രയും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇനി അതിനുശേഷം ചെയ്തിട്ടുള്ള ഹാങ്ങിങ് മാനിൽ 1.12 മില്യൺ,
അതിനുശേഷം വന്നിട്ടുള്ള ഡോജി ഏകദേശം 2.33 മില്യൺ. ആദ്യം ഉണ്ടായ 2 ഗ്രീൻ ക്യാൻഡിലിനേക്കാളും കൂടുതൽ വോള്യം അതിനുണ്ട്. പ്രൈസ് മൂവ്മെന്റ് വളരെ കുറവാണ്. ഇനി ഇത് എന്തുകൊണ്ടാണ് ഞാൻ അൺലിമിറ്റഡ് സപ്ലൈ അവിടെ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം, ഞാൻ എൻ്റെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു മാർക്കറ്റ് ഓർഡറും അതേപോലെ തന്നെ ലിമിറ്റ് ഓർഡറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഈ ഒരു ക്യാൻഡിലുകളെ അനലൈസ് ചെയ്യാം, എന്നിട്ട് എന്തുകൊണ്ടാണ് അവിടെ അൺലിമിറ്റഡ് സപ്ലൈ ഉള്ളത് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഇത്രയും വലുപ്പമുള്ള ഒരു ക്യാൻഡിലാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അന്നത്തെ ദിവസം നടന്നിട്ടുള്ള കച്ചവടം എന്ന് പറയുന്നത് 2 ലക്ഷം 20 ലക്ഷം സ്റ്റോക്കുകളുടെ കച്ചവടമാണ്. അപ്പോ ഇതിൽ താഴെ ഭാഗത്ത് ഒരു പക്ഷേ ഒരു 10 ലക്ഷം ഒരു 2 ലക്ഷം ആളുകൾ ഇതിന്റെ താഴെ ഭാഗത്ത് ഇത്രയും വിൽക്കാൻ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇത്രയും എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രൈസ് മൂവ്മെന്റ് അന്നത്തെ ദിവസം സ്റ്റാർട്ടിങ്ങിൽ, അന്നത്തെ വീക്കിൽ അത് സ്റ്റാർട്ടിങ് 576 മുതൽ അതിന്റെ മാക്സിമം പോയിട്ടുള്ളത് 666 വരെയാണ്. അതായത് 566 മുതൽ 576 വരെ ഒരു പക്ഷേ ഒരു 5 ലക്ഷം ആളുകൾ ഉണ്ടാവുമായിരിക്കും. അതിനുശേഷം വരുന്ന ഒരു ഇത്രയും പ്രൈസ് മൂവ്മെന്റിന് വേറൊരു 5 ലക്ഷം ആളുകൾ, പിന്നെ വീണ്ടും അത്രയും ഭാഗം അത് മുകളിലേക്ക് പോകുന്നതോടുകൂടെ ആ ഭാഗത്തുള്ള സെല്ലേഴ്സ് അല്ലെങ്കിൽ വിൽക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ കഴിഞ്ഞു. ഇനി വിൽക്കാനുള്ളത് അതിനേക്കാൾ കൂടുതൽ വാല്യൂയിലാണ്. അതായത് ഒരു പക്ഷേ 500 നമ്മൾ മുൻപ് പറഞ്ഞത് 576 രൂപയ്ക്ക് വിൽക്കാൻ വെച്ച ആളുകളുടേത് ഫുൾ അബ്സോർബ് ചെയ്തു. 586, 96 ഒക്കെ ഒരു പക്ഷേ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ ഈ സ്റ്റോക്കിൽ വിൽക്കാൻ വെച്ച ആളുകളുടെ സ്റ്റോക്കുകൾ അതിന്റെ കൂടുതൽ മൂല്യത്തിന് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോവുക. ഇത് സംഭവിക്കാറുള്ളത് മാർക്കറ്റ് ഓർഡർ ഇടുമ്പോഴാണ്. എത്രത്തോളം ആളുകൾ സെല്ല് ചെയ്യാനുണ്ടോ, ഏത് പ്രൈസിലാണോ അത് അത്രയും പ്രൈസിന് അത് വാങ്ങാൻ തയ്യാറാണ് എന്ന രീതിയിൽ ഓർഡർ ഇടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഏറ്റവും താഴെ വാങ്ങാൻ വെച്ചവരുടേത് ആദ്യം വാങ്ങും, പിന്നെ അതിനേക്കാൾ കൂടുതൽ പ്രൈസിന് വാങ്ങാൻ വെച്ചവരുടേത്, പിന്നെ അതിനേക്കാൾ കൂടുതൽ എന്ന രീതിയിൽ ആ വീക്ക് കഴിയുന്നത് വരെ നടന്ന ബൈയിങ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി അതിന്റെ മുകളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരുപാട് പേര് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അവരുടെ കയ്യിൽ അൺലിമിറ്റഡ് എമൗണ്ട് ഓഫ് സ്റ്റോക്കുകൾ ഉണ്ട്. അൺലിമിറ്റഡ് എമൗണ്ട് ഓഫ് സ്റ്റോക്ക് അവരുടെ കയ്യിലുണ്ട്. അവർക്ക് വേണമെങ്കിൽ അത് പൂർണ്ണമായിട്ടും അത് വിൽക്കാൻ അവർക്ക് കഴിയും. ഓക്കെ, അപ്പോൾ ആരെങ്കിലും മുൻകൂട്ടി വാങ്ങാൻ വേണ്ടി അവിടെ ഓർഡർ, അതായത് ഒന്നുകിൽ മാർക്കറ്റ് ഓർഡറോ അല്ലാത്ത ഓർഡറോ അവിടെ ഇട്ടിട്ടുണ്ട് എങ്കിൽ അവർക്ക് എത്ര വേണമെങ്കിലും ആ സ്റ്റോക്ക് ആ പ്രൈസിന് കൊടുക്കാൻ ഇവർക്ക് കഴിയും. ഇവരുടെ കയ്യിൽ എത്രയോ സ്റ്റോക്കുകളുണ്ട്. 1 ലക്ഷമോ 2 ലക്ഷമോ 10 ലക്ഷമോ ഒന്നും അവരുടെ കയ്യിലുള്ളത്. എത്ര വേണമെങ്കിലും വാങ്ങാൻ ഇവർക്ക് കഴിയും. ഒരാൾ വന്നിട്ട് ബൈ ചെയ്യുന്നത്, ഈ പ്രൈസിൽ ബൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, ഈ ബോക്സിന്റെ ഉള്ളിലുള്ള പ്രൈസിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ വാങ്ങാൻ ഒരാൾ താല്പര്യപ്പെടുന്നത് 10 ലക്ഷമാണെങ്കിൽ ഇവർ 10 ലക്ഷം കൊടുക്കും. അവരുടെ കയ്യിൽ വീണ്ടും ബാലൻസ് ഉണ്ട്. വീണ്ടും മറ്റൊരാൾ വന്ന് 10 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ വീണ്ടും അത് വിൽക്കാൻ ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് അവിടെ പ്രൈസ് മുകളിലേക്കും താഴേക്കും പോവാത്തത്. അവിടെ എത്ര വേണമെങ്കിലും, നിങ്ങൾ എത്ര വാങ്ങാൻ തന്നെ ആളുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ വിൽക്കാൻ തയ്യാറാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും ഞങ്ങൾ തരാം ആ പ്രൈസിന് എന്ന രീതിയിൽ അൺലിമിറ്റഡ് സപ്ലൈ അവരുടെ കയ്യിലുള്ളത് കൊണ്ടാണ് അവിടെ നിന്നും പ്രൈസ് പിന്നെ മുകളിലേക്ക് പോകാത്തത്. ഇനി അവിടുന്ന് പ്രൈസ് മുകളിലേക്ക് പോകണമെങ്കിൽ ഇവരുടെ കയ്യിലുള്ളത് ഫുള്ളി എംപ്റ്റി ആവണം. വാങ്ങുന്ന ആൾക്ക് വീണ്ടും കൂടുതൽ പ്രൈസിന് വാങ്ങാൻ തയ്യാറാവണം. മനസ്സിലായോ? അതായത് ഇവരുടെ കയ്യിലുള്ള ഫുൾ സ്റ്റോക്കുകളും വാങ്ങിക്കഴിഞ്ഞ് വീണ്ടും ഇതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് ആരെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ അവരുടേതും കൂടെ വേണം എന്ന രീതിയിൽ മാർക്കറ്റ് ഓർഡർ ഇടുമ്പോൾ മാത്രമേ വീണ്ടും ആ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകും. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ അൺലിമിറ്റഡ് സപ്ലൈ ഉണ്ട് എന്ന്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കുക, ഞാൻ മറുപടി പറയാം. ഓക്കെ, സോ നമുക്ക് ക്യാൻഡിലിന്റെ ബാക്കി മൂവ്മെന്റുകൾ അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ആണ് നമ്മൾ അവിടെ കാണുന്നത്. ഇനി ബാക്കി സ്റ്റോക്കുകളുടെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. നെഗറ്റീവ് തന്നെ ആയിരിക്കും. യെസ്,
നെഗറ്റീവ് തന്നെയാണ്. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വോള്യമാണ്. താഴേക്ക് വരുന്ന ക്യാൻഡിലുകളുടെ വോള്യം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഉണ്ടോ? ഇവിടെ നോക്കൂ, ഈ 3 ക്യാൻഡിലുകൾ കറസ്പോണ്ടിങ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള പ്രൈസ് ക്യാൻഡിൽ നോക്കൂ, അതുപോലെ തന്നെ വീണ്ടും ഫോം ചെയ്തിട്ടുള്ള ഈ 2 ക്യാൻഡിൽ നോക്കൂ, അതിനുശേഷം ഫോം ചെയ്തിട്ടുള്ള 5 ക്യാൻഡിലുകൾ നോക്കൂ. എല്ലാത്തിലും മുൻപുള്ളതിനേക്കാൾ കൂടുതൽ വോള്യത്തിലാണ് സെല്ലിംഗ് നടക്കുന്നത്, അല്ലേ? യെസ്. ഈ ഫൈനലായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഓക്കെ, ഞാൻ മുൻപ് പറഞ്ഞത് ഇതാണ്. ഈ 3 ക്യാൻഡിലുകളും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോള്യം, നല്ല വോള്യം ഉണ്ട് അല്ലേ? അത് ഇതിനു ശേഷം സംഭവിച്ചിട്ടുള്ള നെഗറ്റീവ് ക്യാൻഡിലിന് ശേഷം വന്നിട്ടുള്ള വോള്യമാണ്. അതുപോലെ സെല്ലിങ്ങുകളാണ്. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും നമ്മൾക്ക് കാണാനാവുന്നത്, ഈ ഗ്രീൻ ക്യാൻഡിൽ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ ഈ വരുന്ന ഏകദേശം 6-7 ക്യാൻഡിലുകൾ മുഴുവൻ സെല്ലിംഗ് ആണ്. മാത്രമല്ല, ശരിക്കും ഒരു ഡൗൺ സ്വിംഗ് ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ഒരു ഡൗൺ സ്വിംഗ് ആണ്. ഇവിടുന്ന് സംഭവിക്കുന്നത് പൂർണ്ണമായിട്ടും ഒരു ഡൗൺ സ്വിംഗ് ആണ്, അല്ലേ? അത് സ്റ്റാർട്ട് ചെയ്തത് എവിടുന്ന? ആ ഡൗൺ സ്വിംഗ് സ്റ്റാർട്ട് ചെയ്തത് എവിടുന്ന? ഞാൻ വാൺ ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാൻഡിലിൽ നിന്നല്ലേ? അതിനുശേഷം സംഭവിച്ചിട്ടുള്ള ക്യാൻഡിലുകളിൽ ഭൂരിഭാഗവും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇതിന് സമാനമായോ അതിന് കൂടുതലോ ഉള്ള വോള്യം ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല സെല്ലിംഗ് സിഗ്നലാണ് ഇത്. ഏത്? ഇപ്പോൾ കഴ്സർ നിൽക്കുന്ന ആ ചെറിയ ക്യാൻഡിൽ. ഞാൻ അൺലിമിറ്റഡ് സപ്ലൈ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ അൺലിമിറ്റഡ് സപ്ലൈ അവർ ചെയ്തത് കൊണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ സെല്ല് ചെയ്തതുകൊണ്ടാണ് ഇത്രയും താഴേക്ക് ഈ സ്റ്റോക്ക് പോന്നത്. അതിന്റെ ഡൗൺ സ്വിംഗ്, ഈ ഡൗൺ സ്വിംഗ് നിങ്ങൾ കണ്ടില്ലേ? എത്ര രൂപ, എത്ര ശതമാനമായിട്ടായിരിക്കും ഇത് മാറിയിട്ടുണ്ടാവാന്നും കൂടെ നോക്കാം. ഏകദേശം 670 രൂപയിൽ നിന്ന് അതിപ്പോ വന്നിട്ടുള്ളത് 480 രൂപ. എത്ര വരും പെർസെൻറ്റേജിലേക്ക് വരുമ്പോ? ഓക്കെ, പെർസെൻറ്റേജ് കാൽക്കുലേഷൻ നോക്കിയാൽ കുറച്ചുകൂടെ സമയം എടുക്കും. അതുകൊണ്ട് ഇപ്പൊ അത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യണം. നമുക്ക് വീഡിയോ ഷോർട്ട് ആക്കാൻ നോക്കാം. കണ്ടന്റ് മാക്സിമം കവർ ചെയ്യാം. ഇനി ഈ ഒരു ക്യാൻഡിൽ നോക്കൂ, ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ. ആ ഗ്രീൻ ക്യാൻഡിന്റെ വോള്യം കറസ്പോണ്ടിങ് ഏകദേശം സമാനമായ വോള്യം ഉള്ള ക്യാൻഡിലാണ് ഇവിടെ ഉള്ളത്, അല്ലെ? വോള്യം ഏകദേശം സമാനമാണ്. ക്യാൻഡിലിന്റെ സ്പ്രെഡ് അല്പം കുറവാണ് ഇവിടെ. എന്നാലും നമുക്ക് പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കാം. അല്പം മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, നോക്കാം. യെസ്. പക്ഷേ അവിടെ മുകളിലേക്ക് മൂവ്മെന്റ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ അതായത് സെല്ലിംഗ് അത്രയും സ്ട്രോങ് ആണ്. ഒരു ദിവസം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ ബൈയിങ്ങും ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് കേട്ടോ നടത്തുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലും അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലും തെറ്റ് വരുത്തുന്നവരുണ്ട്. ഓക്കെ, കോമ്പോസിറ്റ് മാൻ എന്ന് പറയുന്നത് ഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സ് ആണ്. അവരിൽ നമ്മൾ കോമ്പോസിറ്റ് മാനായി പരിഗണിക്കുന്നത് ഒരുപാട് ക്യാപിറ്റൽ ഉള്ളവരല്ല, ഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ അറിവുള്ളവരാണ്. അപ്പോ തെറ്റ് സംഭവിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. നമുക്കറിയാം ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ നെഗറ്റീവ് CAG, നെഗറ്റീവ് റിസൾട്ടുകൾ നൽകുന്നവരും അല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രോത്ത് നൽകുന്നവരും വളരെ കുറഞ്ഞ ഗ്രോത്ത് നൽകുന്നവരൊക്കെ ഉണ്ടല്ലോ. ഏതായാലും നമുക്ക് നമ്മളുടെ ക്യാൻഡിൽ അനാലിസിസിലേക്ക് പോവാം. അത്യാവശ്യം സാധാരണ നല്ല രീതിയിലുള്ള വോള്യം ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പ്രൈസ് മൂവ്മെന്റ് കുറവാണ്. സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾക്ക് അനുമാനിക്കാനാവുക. ഇനി ബാക്കി ഭാഗത്തേക്ക് എങ്ങനെയാണ് ക്യാൻഡിൽ ഫോം ചെയ്യുക എന്ന് നോക്കാം. ഡോജി ക്യാൻഡിൽ നല്ല അത്യാവശ്യം വോള്യത്തിൽ വന്നിട്ടുണ്ട്. അവിടെയും മുകളിലേക്കുള്ള മൂവ്മെന്റ് നമുക്ക് കിട്ടാത്തതുകൊണ്ട് നെഗറ്റീവ് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കാം. യെസ്. ഇതില് ഇനി ഇങ്ങോട്ട് നോക്കാം. ഇവിടെയൊക്കെ ചെറിയ വോള്യം എന്ന് പറയുമ്പോൾ ചെറിയ വോളിയം എന്നൊന്നും പറയാൻ പറ്റില്ല. മുൻപ് ആവറേജിലും താഴെയുള്ള വോളിയം അല്ലെങ്കിൽ ആവറേജ് വോളിയം എന്നൊക്കെ പറയാൻ പറ്റൂ. അതില് പ്രൈസ് മൂവ്മെന്റ് കിട്ടുന്നുണ്ട്. ഇതില് ഈ സെക്കൻഡ് ക്യാൻഡിൽ, ഈ 2 ക്യാൻഡിൽ, ഇപ്പോൾ കഴ്സർ നിൽക്കുന്ന 2 ക്യാൻഡിലുകൾ നോക്കുമ്പോൾ ഒന്നാമത്തെ ക്യാൻഡിലിൽ നല്ല വോളിയം ഉണ്ട്, രണ്ടാമത്തെ ക്യാൻഡിലിൽ അത്ര വോളിയം ഇല്ല. പക്ഷെ പ്രൈസ് മൂവ്മെന്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ശേഷം വരാനുള്ള ക്യാൻഡിലുകൾ പോസിറ്റീവ് ആവാം എന്ന് പ്രതീക്ഷിക്കാം. അതെന്താണ്? ഇവിടെ സെല്ല് ചെയ്യാൻ ആളുകൾ, അതായത് കുറഞ്ഞ വിലയ്ക്ക് സെല്ല് ചെയ്യാനുള്ള ആളുകൾ കുറവാണ്. ആളുകളുടെ സെല്ലിങ്ങിന് വേണ്ടി വെച്ചിട്ടുള്ള വാല്യൂ കൂടുതലാണ്. നേരത്തെ ഞാൻ ആ ചിത്രം വലിച്ചു ചെയ്തില്ലേ, നമ്മളുടെ മാർക്കറ്റ് ഓർഡർ ചെയ്തില്ലേ, അതുപോലെ അതേ ഐഡിയ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് സെല്ലിങ് ഉള്ളത് മുഴുവൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും മുകളിലുള്ള വാല്യൂസ് ആണ് ഇപ്പോൾ ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ചും കൂടെ സെല്ലിംഗ് ഉള്ളത് തൊട്ടടുത്ത ദിവസവും അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെറിയ പോസിറ്റീവ് തന്നെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ക്യാൻഡിലും അതുപോലെ അത്യാവശ്യം നല്ല വോളിയവും ഏകദേശം അത്യാവശ്യം പ്രൈസ് മൂവ്മെന്റുകളും നൽകിയിട്ടുണ്ട്.
അപ്പോൾ വീണ്ടും പോസിറ്റീവ് പ്രതീക്ഷിക്കാം. പക്ഷെ ഇവിടെ നിൽക്കുന്നത് അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസിലാണ്. അതുകൊണ്ട് അതിനുള്ള റെസിസ്റ്റൻസിൽ നിന്നും ടെസ്റ്റ് ചെയ്തിട്ട് താഴേക്ക് വരുന്നതാണ് വീണ്ടും കാണുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഇങ്ങോട്ട് നോക്കുമ്പോൾ വീണ്ടും എന്താണ്, ചെറിയ വോള്യത്തിൽ നല്ല പ്രൈസ് മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്, പോസിറ്റീവാണ് പ്രതീക്ഷിക്കുന്നത്. വീണ്ടും ഈ റെസിസ്റ്റൻസ്, ഇവിടെ നമ്മളൊരു റെസിസ്റ്റൻസ്, ഓക്കെ ഞാൻ ഒരു റെസിസ്റ്റൻസ് ലൈൻ ഇവിടെ വരയ്ക്കാം. ബൈ ദ വേ, ഇവിടെ നമ്മളുടെ ഫേസ് എ അവസാനിക്കുന്നു. ഫേസ് എ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ ഫേസുകളും പ്രത്യേകമായിട്ട് പറയാത്തത്. പ്രിലിമിനറി സപ്ലൈക്ക് ശേഷം ഇവിടെ ബൈയിങ് ക്ലൈമാക്സ് സംഭവിക്കുന്നു. ശേഷം എടുക്കുന്ന റീടെസ്റ്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. 50% ഓഫ് ദ റേഞ്ച് വരാത്തത് കൊണ്ട് നമ്മൾ ഇവിടെയാണ് എന്ത് ചെയ്യുക, ഇതിന്റെ ഫേസ് എയുടെ അവസാനമായിട്ട്, ഇപ്പോൾ കഴ്സർ നിൽക്കുന്നിടത്താണ്, അതിന്റെ ഫേസ് എയുടെ അവസാനമായിട്ട് നമ്മൾ പരിഗണിക്കുക. അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഓക്കെ, ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഇനി ഫേസ് എയുടെ മുകളിൽ നിന്ന് നമ്മൾക്ക് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട്, താഴേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസ്, മുകളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ബൗൺസ് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ആ ലൈൻ ഇവിടെ നമ്മൾ വരയ്ക്കുന്നു. അത് അക്കോർഡിംഗ് ടു വൈക്കോഫ് ആണ്. ഇനി ആ ഒരു ലൈൻ നമ്മൾ നോക്കുമ്പോൾ ഈ ക്യാൻഡിലുകൾ, ഈ രണ്ട് ക്യാൻഡിലുകൾ നിങ്ങൾക്ക് കഴ്സറും കാണാമെന്ന് വിചാരിക്കുന്നു. ഫേസ് എയുടെ ബൗണ്ടറിയിൽ നിൽക്കുന്ന ഈ രണ്ട് ഗ്രീൻ ക്യാൻഡിലുകൾക്ക് ശേഷം അവിടെ നിന്ന് റെസിസ്റ്റൻസിൽ തട്ടിയിട്ട് അത് താഴേക്ക് വന്നു. ചെറിയ വോളിയത്തിലാണ് വന്നത്. ഏകദേശം ഈ 1, 2, 3, 4, 5 ക്യാൻഡിലുകൾ, ഈ ഗ്രീൻ ക്യാൻഡിൽ അടക്കം നിങ്ങൾക്ക് സെല്ലിംഗ് ആയിട്ട് പരിഗണിക്കാം. 5 ക്യാൻഡിലുകളിൽ നടന്ന സെല്ലിങ്ങും അതിന്റെ വോളിയവും നോക്കുമ്പോൾ ആവറേജ് വോളിയത്തിന്റെ അടുത്താണ്. ശേഷം നടന്ന ആവറേജ് വോളിയത്തിലുള്ള ഒരൊറ്റ ക്യാൻഡിൽ തന്നെ നിങ്ങൾക്ക് തരുന്ന ഇൻഡിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും ദിവസത്തെ സെല്ലിങ്ങിൽ ഈ ഭാഗത്തുള്ള മുഴുവൻ സെല്ലേഴ്സിന്റെയും സ്റ്റോക്കുകൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ആരോ വാങ്ങുന്നത് അവർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, അതിനുശേഷം എന്താണ്, നല്ല പ്രൈസ് മൂവ്മെന്റും ഇവിടെ കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞ വോള്യത്തിൽ തന്നെ നല്ല പ്രൈസ് മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞ വോള്യം എന്ന് പറയുമ്പോൾ ഈ കഴ്സർ നിൽക്കുന്ന വോള്യം ബാർ നിങ്ങൾ സൂം ചെയ്ത് പോസ് ചെയ്ത് കാണുക കേട്ടോ. കാരണം നമ്മൾക്ക് കാണിക്കാനുള്ളത് വെറും ക്യാൻഡിലുകളും അതിന്റെ വോള്യൂംസും മാത്രമാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ മിസ്സായി പോകും. ഓക്കെ, ഈ ഒരു വോള്യൂം ക്യാൻഡിലും പ്രൈസ് ക്യാൻഡിലും, വോള്യൂം ബാറും പ്രൈസ് ക്യാൻഡിലും, ഈ ഗ്രീൻ അതിന്റെ വോള്യൂം സമാനമായ വോള്യൂമാണ് ഈ ഒരു വോള്യൂം ബാർ അല്ലേ. ആ വോള്യൂം ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പ്രൈസ് മൂവ്മെന്റ് ഇതിന്റെ ഏകദേശം 3-4 ഇരട്ടിയാണ്. അതായത് തൊട്ടടുത്ത ക്യാൻഡിലുകളിൽ നമുക്ക് അല്പം പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ് പ്രതീക്ഷിക്കാമെന്നാണ്. തൊട്ടടുത്ത ദിവസം നമ്മൾക്ക് പ്രൈസ് മൂവ്മെന്റ് പോസിറ്റീവായിട്ട് കിട്ടി. മാത്രവുമല്ല ഇവിടെയുള്ള മുൻപുള്ള റെസിസ്റ്റൻസിനെ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് ഇത് വൈക്കോഫിന്റെ ലൈൻ അല്ല ഇപ്പൊ വരയ്ക്കാൻ പോകുന്നത്. ഇതിവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ലൈൻ ഇവിടെ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് ലൈൻ അവിടെ കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ്. അത് എന്താണ്, വൈക്കോഫിന്റെ അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ കളർ ഒന്ന് മാറ്റാം. ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. തൊട്ടടുത്ത് മുമ്പുണ്ടായിരുന്ന റെസിസ്റ്റൻസിനെ അത് അല്പം ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്, പോസിറ്റീവാണ് അല്ലേ. ഇനി അത് തൊട്ടടുത്ത ദിവസം അത്യാവശ്യം നല്ല വോള്യത്തിൽ തന്നെ സെല്ലിംഗ് ഉണ്ടായി. എന്നാൽ അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉള്ള മൂവ്മെന്റ് കുറവാണ്. അവിടെ സെല്ല് ചെയ്യാൻ ആളില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വീണ്ടും സ്റ്റോക്ക് മുകളിലേക്ക് തന്നെ പോവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഞാൻ ഈ ബ്ലൂ ലൈൻ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. നമ്മുടെ വൈക്കോഫിന്റെ ലിസ്റ്റ് പെട്ടതല്ലാത്തതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും മുകളിലേക്ക് പോവാം. യെസ്, മുകളിലേക്കാണ്. അത്യാവശ്യം നല്ല സെല്ലിംഗ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ വിക്കൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു നെഗറ്റീവ് മൂവ്മെന്റ് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഓക്കെ, യെസ്. ഇനി മുകളിലേക്കുള്ള ക്യാൻഡിലുകൾ ഒന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്ത് പോയി നോക്കാം. ഈ ക്യാൻഡിൽ നെഗറ്റീവ് ആണെങ്കിലും അതിലുള്ള സെല്ലിംഗ് അവിടെ സസ്റ്റെയിൻ ചെയ്തു എന്ന് പറഞ്ഞു. ശേഷം ഉണ്ടാവുന്ന 3 ക്യാൻഡിലുകൾ നോക്കൂ. നല്ല വോള്യം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആവറേജ് അല്ലെങ്കിൽ ആവറേജിന്റെ ആവറേജ് തൊട്ടടുത്തൊക്കെ ആയിട്ടുള്ള ദിവസങ്ങൾ വോള്യം അവിടെ നടക്കുന്നുണ്ട്, കച്ചവടം നടക്കുന്നുണ്ട്. പക്ഷെ പ്രൈസ് മൂവ്മെന്റ് കുറവാണ്. ഞാൻ മുമ്പൊരിക്കൽ മറ്റൊരു ഭാഗത്ത് പറഞ്ഞ പോലെ ഈ 3 ഗ്രീൻ ക്യാൻഡിലുകളും അല്ലെങ്കിൽ 4 ഗ്രീൻ ക്യാൻഡിലുകളും നിങ്ങൾ വൺ ടോപ്പ് ഓഫ് ദ അതർ, ഒന്നിന് മുകളിൽ മറ്റൊന്നായിട്ട് വലിക്കുകയാണെങ്കിൽ ആ 4 ദിവസം നടന്ന കച്ചവടത്തിന്റെ മൊത്തം വോളിയം കിട്ടും. അത് ഏകദേശം ഏകദേശം ഈ ഒരു ഹൈറ്റിലുണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നടന്നിട്ടുള്ള പ്രൈസ് മൂവ്മെന്റ് എത്രയാണെന്ന് നോക്ക്. ഇവിടെ നിന്നും ഇപ്പൊ ഈ കഴ്സറിന്റെ ഹൊറിസോണ്ടൽ ലൈൻ, ഈ ഡോട്ടഡ് ലൈൻ നിൽക്കുന്ന ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെയാണ്. പ്രൈസ് മൂവ്മെന്റ് വളരെ കുറവാണ്. വോളിയം അത്യാവശ്യം നല്ലത് ആയിട്ടുണ്ട്. ഓക്കെ,
നമ്മൾ 4 ക്യാൻഡിലിന്റെ വോളിയം 4 ക്യാൻഡിലിന്റെ പ്രൈസ് മൂവ്മെന്റുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് സിഗ്നൽ ഉണ്ട്, അല്ലെങ്കിൽ സെല്ലിംഗ് ഇപ്പോഴും അത്യാവശ്യം സ്ട്രോങ് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് നമ്മളുടെ ഫേസ് എയുടെ മുകളിലേക്കാണ്. അപ്പൊ ഇതൊരു അപ്ത്രസ്റ്റ് ആയിട്ട് കണക്കാക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്ത്രസ്റ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തുള്ള ബാക്കി സെല്ലിങ്ങുകളൊക്കെ നടക്കുന്നു. ഏറ്റവും വലിയ സെല്ലിങ് നടക്കുന്നത് ഇവിടെയാണ്, ഈ ക്ലൈമാറ്റിക് സോണിലാണ്. ഓക്കെ, ആ ക്ലൈമാറ്റിക് വരുന്നതിന് മുമ്പ് ഇവിടെ സെല്ലിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വലിയ വിക്ക് കാണുമ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ സെല്ലേഴ്സ് ആണ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇനി അതിനുശേഷം സംഭവിക്കുന്ന നെഗറ്റീവ് മൂവ്മെന്റ് ആണ് വലിയ പ്രൈസ് മൂവ്മെന്റും താഴേക്ക് വലിയ വോളിയവും തന്നിട്ടുള്ള ഇത്. അതിനുശേഷം സംഭവിക്കുന്ന ഡൗൺ സ്വിങ്ങുകളും അതേപോലെ തന്നെ ചെറിയ വോളിയത്തിൽ തന്നെ താഴേക്ക് പ്രൈസ് മൂവ്മെന്റ് നൽകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വാങ്ങാൻ ആളുകളില്ല, അതുകൊണ്ടാണ് പ്രൈസ് അതുപോലെ താഴേക്ക് പോകുന്നത്. ഇനി നല്ലൊരു പോസിറ്റീവ് സിഗ്നൽ ആണ് ഈ ക്യാൻഡിൽ തന്നിട്ടുള്ളത്. നല്ല പ്രൈസ് മൂവ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ വളരെ ചെറിയ വോളിയമേ ഉള്ളൂ. ഏകദേശം ഒരു 60,000 അല്ല, 6 lakhs അല്ലെങ്കിൽ 10 lakhs, 1 million താഴെ 6 lakhs 10 lakh ആണല്ലോ 1 million, 6 lakh 7 lakh അത്രയൊക്കെ വോളിയം അതിന് വരും. അപ്പോൾ അതിലുള്ള വോളിയം അങ്ങനെ വളരെ കുറഞ്ഞ വോളിയത്തിൽ തന്നെ നല്ല പ്രൈസ് മൂവ്മെന്റ് തന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയൊക്കെ നിങ്ങൾ സപ്പോർട്ടുകളൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസുകളൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇത് ഇവിടെയുള്ള റെസിസ്റ്റൻസിനെ, അത് എവിടെ നിന്ന് വരുന്നതെന്ന് നോക്കാം. ഏകദേശം ഇവിടെ നിന്ന് നമ്മളൊരു ലൈൻ, റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ഈ ഭാഗങ്ങളിൽ ഒരു റെസിസ്റ്റൻസ് റേഞ്ച് വരയ്ക്കുകയാണെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ സെല്ലിങ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായിരിക്കണം ഒരു പക്ഷേ തൊട്ടടുത്ത ദിവസത്തെ ഡോജി ക്യാൻഡിൽ അവിടെ കാണിച്ചത്. എന്നാലും വോളിയം കുറവാണ്. ഓക്കെ, യെസ്, ഓക്കെ, ഡോഞ്ചി ആയിരുന്നില്ല, അത് നമ്മൾ പോസ് നോക്കിയതുകൊണ്ട് മാത്രം അത് ചെറുതായി നിന്നാണ്. കൂടുതൽ വോളിയം ഉണ്ട്. പ്രൈസ് മൂവ്മെന്റ് തൊട്ടടുത്ത ദിവസത്തെ അത്രയില്ല, അതുകൊണ്ട് നെഗറ്റീവ് തന്നെയാണ്. ക്യാൻഡിൽ തൊട്ടടുത്ത ദിവസം അത് പ്രൂവ് ചെയ്തു. ഹയർ വോളിയത്തിൽ ഡൗൺ മൂവ്മെന്റ് തന്നിട്ടുണ്ട്. എന്നാലും തൊട്ട് മുമ്പുണ്ടായ ദിവസത്തെ ക്യാൻഡിലുകളെ ഒന്നും ക്രോസ് ചെയ്തിട്ടില്ല. ഇനി അതിന് തൊട്ടടുത്ത ദിവസം ഉണ്ടായ ക്യാൻഡിൽ എന്ന് പറയുന്നത് ചെറിയ ക്യാൻഡിലും വലിയ വോളിയമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് ബയേഴ്സ് അല്ലെങ്കിലും അത്യാവശ്യം കൂടുതൽ ആളുകൾ ഇവിടെ ബൈ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇനി അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പോസിറ്റീവായിട്ട് മുകളിലേക്ക് പോകുന്നു വിചാരിക്കാം. യെസ്, ചെറുതായിട്ടല്ല, നന്നായിട്ട് വലുതായിട്ട് തന്നെ പോയി ഈ ഒരു ക്യാൻഡിൽ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു ക്യാൻഡിലിന്റെ വോളിയവും പ്രൈസും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം മാർക്കറ്റ് എങ്ങോട്ട് പോകും, ക്യാൻഡിൽ എങ്ങോട്ട് പോകും, ഏത് ക്യാൻഡിൽ ഫോം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം, മനസ്സിലാക്കാം. നല്ല വലിയ വോളിയം കിട്ടി, അതിനനുസരിച്ച് അതിനേക്കാൾ വലിയ ബിഗ് പോസിറ്റീവ് പ്രൈസ് മൂവ്മെന്റും തന്നു. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, അപ്ത്രസ്റ്റിന്റെ ഹൈനെ അത് ക്രോസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഇതിന് ശേഷം ഉണ്ടാവുന്നതും പ്രതീക്ഷിക്കുന്നത് പോസിറ്റീവ് ക്യാൻഡിൽസും പോസിറ്റീവ് മൂവ്മെന്റുകളും തന്നെയാണ്. പക്ഷെ ഉണ്ടായിട്ടുള്ളത് നെഗറ്റീവാണ്. പ്രൈസ് മൂവ്മെന്റ് നല്ലപോലെ താഴേക്കുണ്ട്, വോളിയം കുറവാണ്. നമുക്ക് നോക്കാം. ഏതായാലും ഇതൊരു അപ്രസ്റ്റും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഏരിയയും ആയതുകൊണ്ടായിരിക്കണം അവിടെ നിന്ന് താഴേക്ക് വന്നതെന്ന് വിചാരിക്കാം. ഇനി തൊട്ടടുത്ത മൂവ്മെന്റ് മുകളിലേക്ക് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. നോക്കാം. അല്ല, താഴേക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അത് ആ റെസിസ്റ്റൻസ് റീജിയനിൽ നല്ലപോലെ സെല്ലിങ് നടന്നിട്ടുണ്ട്. ഇവിടെ പ്രൈസ് മൂവ്മെന്റ് ചെറിയ വോളിയത്തിൽ തന്നെ നല്ലപോലെ താഴേക്ക് പോയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ മുൻപ് നടന്ന സെല്ലിങ്ങിനേക്കാൾ കൂടുതൽ സ്റ്റീപ്പായിട്ട് താഴേക്ക് വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ സമാനമായിട്ട് എന്തായാലും വരുന്നുണ്ട് എന്നുള്ളതിൽ സംശയം കൂടെ തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. ക്യാൻഡിലുകൾ ഫോം ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. യെസ്, ഇനി ഇത് താഴേക്ക് വന്നു. ഇവിടെ കുറച്ച് സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ല, കൂടുതൽ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഇതുപോലെ തന്നെ മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. സാധാരണ ഒരു ആവറേജ് വോളിയം, ആവറേജ് പ്രൈസ് മൂവ്മെന്റിൽ അങ്ങനെ 4-5 വീക്കുകൾ അതുപോലെ കഴിഞ്ഞു പോയി. മുൻപുള്ള റെസിസ്റ്റൻസിനെ അത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം റെസിസ്റ്റൻസ് ലൈൻ അവിടെ സപ്പോർട്ട് ലൈനായിട്ട് ആക്ട് ചെയ്യും. ഇതൊക്കെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോഴാണ് ഇതിന്റെ കുറച്ചുകൂടെ വലിയ പിക്ചർ നിങ്ങൾക്ക് കിട്ടുക. പക്ഷെ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ റേഞ്ച് പൂർണ്ണമായി കവർ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അതങ്ങനെ ചെയ്യാത്തത്. ഡെയിലി ഫ്രെയിമിൽ നോക്കുമ്പോൾ ഇത് തന്നെ ഒരു റേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ തന്നെ നിങ്ങൾക്ക് വൈക്കോഫിന്റെ ഫേസസ് വരയ്ക്കാൻ
അതുപോലെ മൂവ്മെന്റുകൾ ട്രാക്ക് ചെയ്യാനും പറ്റും. ഇതിൽ അവസാനം വന്നിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ നോക്കൂ, ആ ഡോജി ക്യാൻഡിൽ ഒന്ന് നോക്കൂ. അതിനും തൊട്ട് മുമ്പ് ആദ്യം നടന്ന അല്ലെങ്കിൽ ഈ 3 ക്യാൻഡിലുകളിൽ ഫസ്റ്റ് ക്യാൻഡിലുള്ള സമാനമായ വോളിയം ഉണ്ട്. ഏകദേശം ഒരു 10-12 ലക്ഷത്തിന്റെ ഒക്കെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. നല്ല വോളിയം മൂവ്മെന്റ് ഉണ്ട്, പക്ഷെ പ്രൈസ് മൂവ്മെന്റ് നില്ലാണ്. ഓപ്പൺ ചെയ്ത അതേ പ്രൈസിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് വാങ്ങാൻ ആൾ പോയെങ്കിലും അല്ലെങ്കിൽ ആളുകൾ ഉണ്ടായിരുന്നു എങ്കിലും പക്ഷേ അതെന്തായിട്ടില്ല, അവിടെ സെല്ലേഴ്സ് ആണ് അവിടെ കൂടുതൽ സ്ട്രെങ്ത് കാണിക്കുന്നത്. ഇതും വൈക്കോഫിന്റെ ലൈൻ അല്ല, പക്ഷെ അവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ പ്രൈസ് മൂവ്മെന്റ് ഇനി അതിന്റെ തൊട്ടടുത്ത് വരുന്ന ക്യാൻഡിലുകളൊക്കെ നെഗറ്റീവ് ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ റേഞ്ചുകളിൽ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ നല്ല കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തില് സെല്ലേഴ്സ് ആയിരുന്നു കൂടുതൽ, ഇതിന്റെ റേഞ്ചിന്റെ താഴ്ഭാഗത്ത് നിന്ന് വാങ്ങാനും ആളുകൾ താല്പര്യം കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മളുടെ ക്ലൈമാക്റ്റിക് ഹൈയിൽ എത്തിയിട്ടില്ല, ഇപ്പോഴും നിൽക്കുന്നത് അപ്രസ്റ്റിന്റെ ഹൈയിലാണ്. പക്ഷെ ഇവിടെ നമ്മൾ സാധാരണക്കാർ കുടുങ്ങി പോകാനുള്ള ഒരു സാധ്യത, ഇവിടെ ഒരു അപ് ട്രെൻഡ് ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു പാരലൽ ചാനൽ വരയ്ക്കാം, അതായിരിക്കും കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പാരലൽ ചാനൽ അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡ് ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം അവിടെ വരും. ഇത് വീക്ക്ലി ക്യാൻഡിലാണ്, ഡെയിലിയിലേക്ക് വരുമ്പോഴാണ് നന്നായിട്ട് അത് കാണാനുണ്ടാവുക. ഓക്കെ, ഏതായാലും ആ ചാനൽ അവിടെ കിടക്കട്ടെ, നമുക്കിത് റൺ ചെയ്യാം. ചെറിയ ചെറിയ വോളിയം, ചെറിയ ചെറിയ പ്രൈസ് മൂവ്മെന്റ്, അപ്രസ്റ്റ് ക്രോസ് ചെയ്തു. ഓക്കെ, അപ്രസ്റ്റ് ക്രോസ് ചെയ്തു. ഇനി ഇങ്ങോട്ട് നോക്കൂ, കുറഞ്ഞ വോളിയത്തിലാണ് ഇവിടെയൊക്കെ ബയേഴ്സും സെല്ലേഴ്സും ഉള്ളത്. ഇനി എന്ന് പറഞ്ഞാൽ ആവറേജ് ലൈൻ ആണ് ഈ ബ്ലൂ ലൈൻ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നത്. അതിന്റെ താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഇങ്ങോട്ട് നോക്കൂ, ഇത് ഒരു നല്ലൊരു ക്യാൻഡിലാണ്. അതായത് നല്ല ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു ക്യാൻഡിലാണ് എന്ന് പറയാം. ഓക്കെ, ഞാനിവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഇതും വൈക്കോഫിന്റെ ലൈൻ അല്ല, ഇത് നമ്മളുടെ സാധാ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നമ്മൾ വരയ്ക്കുന്ന ലൈനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ കളർ ഒന്ന് മാറ്റാം, ബ്ലൂ ആക്കാം അല്ലെ. ആ ബ്ലൂ ലൈൻ ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്കിത് വേണമെങ്കിൽ ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് ആയിട്ട് പരിഗണിക്കാം. ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ നമ്മൾ നേരത്തെ സോപ്പി ലൈനിന്റെ താഴ്ഭാഗത്തുള്ള ലൈൻ കൂടി കണക്കാക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കുലർ ബ്രേക്ക് ഔട്ട് ആയിട്ട് പരിഗണിക്കാം. ഈ ബ്രേക്ക് ഔട്ടിൽ എൻറ്റർ ചെയ്യുന്ന സാധാരണക്കാരുണ്ടാവും. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ എൻട്രി എടുക്കാൻ സാധ്യതയുണ്ട്. റീറ്റെയിലേഴ്സ് അവിടെ എൻട്രി എടുക്കാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട്. പക്ഷെ ആ സാധ്യതയിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സക്സീഡ് ആവുമോ ഇല്ലയോ എന്നാണ് നമ്മൾക്ക് അതിന്റെ ശേഷം അറിയേണ്ടത്. ഓക്കെ, ബ്രേക്ക് ഔട്ട് ആണ്, നല്ല വോളിയത്തിൽ നടന്ന ബ്രേക്ക് ഔട്ട് ആണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുക എന്താണ്, അത് പോസിറ്റീവ് ആണ് എന്നാണ്. ഇനി അതിന്റെ മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഹയസ്റ്റ് വോളിയത്തിൽ വന്ന ക്യാൻഡിലാണ് ഇത്. ആവറേജ് വോളിയത്തിന്റെ ഒരു 3 ഇരട്ടി അന്നുണ്ടായിരുന്ന ആവറേജ് വോളിയം ഇത്രയാണ്, അതിന്റെ 3 ഇരട്ടിയൊക്കെ വോളിയം ഉണ്ട്. പക്ഷെ അന്നുണ്ടായിട്ടുള്ള പ്രൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് അത് സിഗ്നിഫിക്കന്റ് ആയിട്ട് വലിയ മൂവ്മെന്റ് ഒന്നും തന്നിട്ടില്ല എന്നാണ്. അതിനെ അങ്ങനെ പറയുന്നത്, ഇത് അത്രയൊന്നും വോളിയം ഇല്ലാതെ നമ്മൾക്ക് ഇത്രയും വലിയ പ്രൈസ് മൂവ്മെന്റ് തന്നിട്ടുണ്ട് ഈ ഒരു ക്യാൻഡിൽ ഇല്ലേ? യെസ്, അത്രയും വലിയ പ്രൈസ് മൂവ്മെന്റ് ഈ ക്യാൻഡിൽ തന്നിട്ടുണ്ട്. ഇപ്പൊ കഴ്സർ വെക്കുന്ന ക്യാൻഡിൽ തന്നിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ, ഏകദേശം അറ്റ്ലീസ്റ്റ് 1.5 ടൈംസ് കൂടുതലുള്ള ഈ ഒരു ക്യാൻഡിൽ നമുക്ക് അത്രയും സ്പ്രെഡ് തന്നിട്ടില്ല. മാത്രമല്ല അതിന് മുമ്പ് ഫോം ചെയ്ത ആ വലിയ ക്യാൻഡിലിന്റെ ഹൈ പോലും ക്രോസ് ചെയ്തിട്ടില്ല. ആ ക്യാൻഡിലിന്റെ മുകളിൽ വെച്ച് നമുക്ക് സെല്ലിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ ക്യാൻഡിൽ അത് ക്രോസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അവിടെ നെഗറ്റീവ് തന്നെയാണ് പ്രതീക്ഷിക്കാനുള്ളത്. വീണ്ടും അതേ ഹൈറ്റിൽ എത്തിയിട്ടുള്ളത് അതിനുശേഷം 2-3 ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ബൈയിങ്ങിന് ശേഷമാണ്. അതായത് ഒരു പക്ഷേ ഇത് ഇവിടെ വാങ്ങിയ ആൾ തന്നെ ആയിരിക്കണം അതിന്റെ ശേഷമുള്ള, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ആയിരിക്കണം അതിന്റെ ശേഷമുള്ള ഭാഗങ്ങൾ അബ്സോർബ് ചെയ്തിട്ടുള്ളത്. ഏതായാലും വീണ്ടും ഈ മുകളിലെത്തുമ്പോൾ, ഈ ഒരു ക്രോസ് ബാറിൽ എത്തുമ്പോൾ, മറ്റു ക്യാൻഡിലുകളുടെ ഹൈറ്റിൽ ഏകദേശം എത്തുമ്പോൾ വീണ്ടും അവിടെ നിന്ന് സെല്ലിങ് സംഭവിച്ചു. അത് മനസ്സിലാക്കേണ്ടത് അവിടെ സെല്ലിങ് നല്ലപോലെ ഉണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, ഈ ക്യാൻഡിലുകളിലുള്ള വോളിയം എല്ലാം അട്ടിക്ക് വെച്ച് ഒന്നിന് മുകളിൽ ഒന്നായി വെച്ച്, അതുപോലെ തന്നെ പ്രൈസ് മൂവ്മെന്റ് മുൻപ് 2 തവണ ചെയ്ത പോലെ തന്നെ ക്യാൻഡിലിന്റെ പ്രൈസ് മൂവ്മെന്റും ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ
അത്യാവശ്യം നെഗറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്നാൽ അതിനുശേഷം സംഭവിച്ചിട്ടുള്ള ഈ ക്യാൻഡിലുകളിൽ വോളിയം കുറവും പ്രൈസ് മൂവ്മെന്റ് കൂടുതലും ആയതുകൊണ്ട് നമുക്ക് ടെമ്പററിലി അതവിടെ പോസിറ്റീവാണ്, മുകളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവിടെ ബ്രേക്ക് ഔട്ടും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വോളിയത്തിലും എന്ത് സംഭവിച്ചിട്ടില്ല, ഇതിന്റെ ഹൈ ക്രോസ് ചെയ്തിട്ടില്ല, അപ്ത്രസ്റ്റിന്റെ ഹൈ ക്രോസ് ചെയ്തിട്ടില്ല. മാത്രമല്ല അപ്ത്രസ്റ്റിനെക്കാളും ഇത്തിരി കൂടെ മുകളിൽ പോയിട്ടുണ്ട്, ശരിയാണ്. അവിടെ അത് നല്ല ബൈയിങ്ങും അതുപോലെ തന്നെ എന്താണ് ഹൈ വോളിയം ഒക്കെ വന്നതുകൊണ്ട് തന്നെ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ കണ്ടിന്യൂഷൻ കാണാനില്ല. ഈ ഒരു ക്യാൻഡിലിന്റെ സമാനമായ വോളിയം ഉണ്ടാവും ഈ രണ്ട് ക്യാൻഡിലും കൂടെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചാൽ. പ്രൈസ് മൂവ്മെന്റും ഏകദേശം അത്ര തന്നെ നമുക്ക് പരിഗണിക്കാം. പക്ഷേ അതിന് മുകളിൽ വിക്കുണ്ട്. അപ്പൊ അവിടെ ബൈയിങ് ഒക്കെ നടക്കുന്നുണ്ടാവും. ആരാണ് ബൈ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം. അതായത് ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും തെറ്റുപറ്റാമെന്ന് പറഞ്ഞ, അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കോൺട്രിബ്യൂഷനിൽ പക്ഷെ ഉണ്ടാവാം. ഇല്ലെങ്കിൽ എന്താവാം, റീറ്റെയിലേഴ്സും ആയിരിക്കാം. ഏതായാലും ഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കില്ല വാങ്ങുന്നത്. അതിനുശേഷം പ്രൈസ് മൂവ്മെന്റ് മുകളിലേക്ക് വലുതായിട്ട് വരുന്നില്ല. ഒരു പോസിറ്റീവ് ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം അത്യാവശ്യം നല്ല മൂവ്മെന്റ് മുകളിലേക്ക് കിട്ടണം. അതിനെയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുക. ഓക്കെ, ഒരു ഫിസിക്സ് അധ്യാപകനായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞുതരാൻ പറ്റും. നമ്മൾ ഫാൻ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫാന് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സമയം കൂടെ കറങ്ങുമല്ലോ. അത് അതിന്റെ ആംഗുലാർ മൊമെന്റം കൊണ്ടാണ്. അത് കറങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എനർജി ഒന്നും വേണ്ട. തൊട്ട് മുമ്പ് ആ കറണ്ട് കൊടുത്ത ഒരു പുഷ് ഉണ്ട്. ആ പുഷ് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട്, ആ ഒരു മൊമെന്റം നിലനിൽക്കുന്നതുകൊണ്ടാണ് ബാക്കി അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ഭാഗത്ത് നടക്കുന്ന ഈ ഒരു ബൈയിങ്ങിന്റെ പുഷാണ് അതിനെ കുറച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ബൈയിങ്ങുകളുടെ പുഷാണ് അതിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഏത് ഭാഗത്തും ഒരു ബൈയിങ് നല്ലപോലെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ബൈയിങ് ഇല്ലെങ്കിലും മുകളിലേക്ക് പ്രൈസ് പോകുന്നത് കാണാൻ പറ്റും. വലിയ ബൈയിങ് ഇല്ലെങ്കിലും മുൻപ് നല്ല ബൈയിങ് നടന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ അക്യുമുലേഷൻ പറയുമ്പോഴാണ് അത് കാണുക. ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും എന്നുള്ളതുകൊണ്ട് അത് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഏതായാലും അക്യുമുലേഷൻ റേഞ്ചിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ മൊമെന്റവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. ഏതായാലും യെസ്, ഇതിന് ശേഷം നമ്മൾക്ക് ആ ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ കാണാനില്ല. വരുന്ന ക്യാൻഡിലുകളെല്ലാം ഒന്നുകിൽ ഡോജി അല്ലെങ്കിൽ നമ്മൾക്ക് സംശയം ജനിപ്പിക്കുന്ന രണ്ട് ഭാഗത്തും വിക്കുകളുള്ള ക്യാൻഡിലുകളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾക്ക് ഉറപ്പിക്കാനായിട്ടില്ല. നമ്മൾക്ക് എൻട്രി എടുക്കണം, ഇത് നല്ല ബ്രേക്ക് ഔട്ട് ആണ് എന്ന് പറയണമെങ്കിൽ ഈ ക്ലൈമാറ്റിക് സെല്ലിംഗ് ഉണ്ടല്ലോ, ഞാനിവിടെ അൺലിമിറ്റഡ് സപ്ലൈ ഉണ്ട് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ അൺലിമിറ്റഡ് സപ്ലൈ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ആ സ്റ്റോക്ക് യഥാർത്ഥത്തിൽ ബ്രേക്ക് ഔട്ട് ആയി എന്ന രീതിയിൽ നമുക്കൊരു ബൈ ഓർഡർ ഇടാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ ട്രാപ്ഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിപ്പോ അപ്ട്രസ്റ്റിന്റെയും മുകളിൽ പോയത് കൊണ്ട് നമ്മൾക്ക് ഇതിനെ അപ്ട്രസ്റ്റ് ആഫ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഡിസ്ട്രിബ്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞു, അതിനുശേഷം സംഭവിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇത്. അതുകൊണ്ട് അപ്ട്രസ്റ്റ് ആഫ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇത് വൈക്യോഫിന്റെ ലൈനാണ്. ഇതിന്റെ പേര് ഇത് ഫേസ് സി ആണ്. ഇതുവരെയുള്ള ലൈന്, ഇതുവരെയുള്ള ഭാഗം എ മുതൽ ഇതുവരെയുള്ള ഭാഗം ഫേസ് ബിയും, ഇതിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഈ ക്ലൈമാറ്റിക് സെല്ലിന്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ പലപ്പോഴും മുകളിലേക്ക് ക്രോസ് ചെയ്ത് പോകാറുണ്ട്. ഇത് മുകളിലേക്ക് പോലും ക്രോസ് ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം ഇത് വളരെ നെഗറ്റീവാണ് എന്നാണ്. ഇതിന് ശേഷം ഇനി സംഭവിക്കാൻ പോകുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക എന്നുള്ളതാണ്. ഈ ഒരു സമയത്തായിരിക്കും പലപ്പോഴും ഏതെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വരിക മാർക്കറ്റിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതൊക്കെ ഈ സമയത്താണ് സംഭവിക്കുക. നമ്മൾ അതിന് ശേഷം സ്റ്റോക്ക് താഴേക്ക് വീഴുന്നത് കാണും. ഓക്കെ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ഈ അപ്ട്രസ്റ്റ് ആഫ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ ഈ ഭാഗത്ത് നിങ്ങൾക്ക് വോളിയം കണ്ടിന്യൂസ് ആയിട്ട് കൂടുന്നത് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വോളിയം ഇവിടെ നിന്ന് അങ്ങോട്ട് വോളിയം കൂടുകയാണ് ചെയ്യുന്നത്, അല്ലേ? വോളിയം അവിടെ നിന്ന് അങ്ങോട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള പ്രൈസ് മൂവ്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്ക്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ഭാഗം തന്നെ നോക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രൈസ് മൂവ്മെന്റ് നമുക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ഫേസ് സിയിൽ വളരെ കുറച്ച് വോളിയമാണ് നമ്മൾ എവിടെ പ്രതീക്ഷിക്കുന്നത്, നമ്മളുടെ അക്യുമുലേഷനിൽ പ്രതീക്ഷിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷനിൽ ഫേസ് സിയിൽ നമ്മൾ മാക്സിമം വോളിയമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മാക്സിമം വോളിയം ഉണ്ടാവുക എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഈ സംഭവിക്കുന്ന അപ്ട്രസ്റ്റ് ആഫ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ ഈ
ക്ലൈമാക്റ്റിക് ഹൈയുടെയും കൂടെ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ, അതായത് ഒന്നോ രണ്ടോ ക്യാൻഡിലുകൾ ഇവിടെ മുകളിൽ ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ബ്രേക്ക് ഔട്ട് വഴി കാണുകയും അവിടെ നല്ല വോള്യൂം കാണുകയും ചെയ്യും. മാത്രമല്ല അതിന് ശേഷം ആ സ്റ്റോക്ക് അവിടെ നിന്ന് താഴേക്കാണ് വരിക. ഓക്കെ, ഏതായാലും ഈ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് നമ്മൾ പണ്ടേ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇത് ഇവിടുന്ന് ഇനി താഴേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, വെയിറ്റ് ഇതിന്റെ വോളിയം കൂടെ ഡിസ്കസ് ചെയ്യാം. ഇതിന് ശേഷം ആ ഒരു മൂവ്മെന്റിന് ശേഷം നമ്മളുടെ മുമ്പ് വരച്ചിട്ടുള്ള നീല ലൈൻ, വൈക്കോഫിൽ പെടാത്ത നീല ലൈനാണ്. അതിനുശേഷം അതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു, ഇത് താഴെ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം. ആൻഡ് വൺ മോർ തിങ്, ഈ ലൈനിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, അത് വിട്ടുപോയതാണ്. ഇവിടെ നമ്മളൊരു ബ്രേക്ക്ഔട്ടിൽ എൻട്രി എടുക്കുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ ചാനൽ അപ്സ്ലോപ്പിംഗ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുകളിലേക്കുള്ള മൂവ്മെന്റ് ആണ്, അല്ലെ? അതിനെ ഈ ചാനലിനെയും അത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ അവിടെ എൻട്രി എടുക്കാൻ നമ്മൾക്ക് രണ്ട് കൺഫർമേഷനായി. അതായത് ഞാൻ റീറ്റെയിലേഴ്സിന്റെ മൈൻഡ് സെറ്റ് വെച്ചാണ് പറയുന്നത്. ഇനി അവിടുന്ന് അത് മുകളിലേക്ക് പോയില്ല, വീണ്ടും താഴേക്ക് തന്നെ വന്നു എന്ന് വിചാരിക്കുമ്പോൾ സാധാരണയായി നമ്മൾ ചെയ്യുക എന്താണ്, ഇവിടെ ഒന്നുകിൽ ആവറേജ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, മുൻപ് പൊസിഷൻ എടുക്കാത്തവർ ഇവിടെ ഇത് റീടെസ്റ്റ് ആണ് എന്ന് വിചാരിച്ച് റീടെസ്റ്റ് എടുക്കുന്നവരുണ്ടാവും. ഇത് ഇപ്പൊ എത്ര വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നത്, 2015 സ്റ്റാർട്ട് ചെയ്തിപ്പോ 2018 നിൽക്കുന്നത്. അപ്പോൾ മുൻപ് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഇതൊന്നും കാണാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ചെയ്യാത്തവരും അത് നോട്ട് ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇത് തന്നെ ഒരു റീടെസ്റ്റ് ആയി പരിഗണിച്ച് അവിടെ വെച്ച് പൊസിഷൻ എടുക്കുന്നവരും ഉണ്ടാവാം. പക്ഷേ ഇത് ഇവിടെ നിന്നും ഇനി താഴേക്കാണ് മൂവ് ചെയ്യുക. ഞാൻ ഇത് ഒരു അല്പസമയത്തിന് ഉള്ളിൽ ഞങ്ങൾക്ക് വേറെ ഒരു ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കാനുള്ള മറ്റൊരു ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ മൂവ്മെന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അവിടെ നിൽക്കട്ടെ. യെസ്, ഇനി ഞാൻ ആ ട്രിക്ക് പറഞ്ഞുതരാം. എപ്പോഴെല്ലാം ക്യാൻഡിൽ മുകളിലേക്ക് പോയിട്ടുണ്ടോ, മുകളിലെത്തുന്നുണ്ടോ, അപ്പോഴെല്ലാം വോളിയം കൂടുതലായിരിക്കും. അതാണ് ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഇവിടെ, അവിടെ നോക്ക്, വോളിയം കൂടുതലായിരിക്കും, അത് സെല്ലിംഗ് ആണ്. പിന്നെ മുകളിലേക്ക് പോയ ഭാഗങ്ങൾ ഈ ക്യാൻഡിലുകളൊക്കെയാണ്. അതിൽ നോക്കുമ്പോഴും വോളിയം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ആ റീജിയൻ മൊത്തം നോക്കിയാലും വോളിയം കൂടുതലായിരിക്കും. ഇവിടെ ഈ എൽ ക്യാൻഡിലുകളാണത്, അതിൽ വോളിയം കൂടുതലാണ്. മുകളിൽ ആ ഒരു റേഞ്ചിൽ വരുമ്പോഴെല്ലാം, ഇതിന് ആ തുടക്കത്തിലായതുകൊണ്ടായിരിക്കും, ഏതായാലും രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് വോളിയം കൂടുതലുണ്ട്. ഇനി അതേപോലെ വീണ്ടും വന്ന മുകളിലേക്കുള്ള ഹൈ ഭാഗങ്ങളാണ് ഇത്, അവിടെയും വോളിയം അത്യാവശ്യം കൂടുതൽ തന്നെയാണ്. അതുപോലെ ഈ ഭാഗത്ത് ഇത് ക്ലൈമാക്റ്റിക് ഹൈനെ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള വോളിയം ഭയങ്കരമായിരിക്കും. ഏതായാലും അവിടെയും ഹൈ തന്നെയാണ്. ഈ ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സ്വിങ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു സ്വിങ് മൊത്തം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ഡൗൺ സ്വിങ് മൊത്തം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്ത് സംഭവിച്ച വോളിയം എല്ലാം കൂടെ ആഡ് ചെയ്യണം. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കുകയാണെങ്കിൽ ആ പ്രൈസ് മൂവ്മെന്റും വോളിയം കൂടുതലാണ്. ഇനി അതിനുശേഷം വരുന്ന ക്യാൻഡിലുകൾ ഓരോന്നും നോക്കാം. മുകളിലേക്ക് വരുന്ന ഓരോ ക്യാൻഡിലുകളും പ്രത്യേകം വോളിയം കൂടുതലായിരിക്കും. ആവറേജ് ലൈനാണ് ബ്ലൂ ലൈൻ, അതിനേക്കാളും കൂടുതലാണ്. ഇനി ഇത് നോക്ക്, മുകളിലേക്ക് എത്രത്തോളം പോകുന്നോ അത്രത്തോളം വോളിയം കൂടുതലായിരിക്കും. അതിന്റെ അർത്ഥം ആ വരുന്ന മുകൾ ഭാഗങ്ങളിലെല്ലാം സെൽ ചെയ്യാൻ ആളുകളുണ്ട് എന്നാണ്. കൂടുതൽ വില കിട്ടിയാൽ അപ്പം വിൽക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആ വിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ആ രീതിയിൽ അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്ത് വരുന്നത് കാണാനാവുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിതിന്റെ മൂവ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അദാനിയുടെ സ്റ്റോക്കിലേക്ക് പോകണം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഗോൾഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗോൾഡിന്റെ ചാർട്ടിൽ ഏത് ഫേസിലാണ് ഗോൾഡ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു ക്യൂസും കൂടെ തരാം. ആരൊക്കെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, ഇനി ഒരിക്കലും മുൻപുണ്ടായിരുന്ന ഹൈ ഇത് അത് ക്രോസ് ചെയ്യാൻ പോകുന്നില്ല. വെയിറ്റ്, ഇവിടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു, പറയാം. നമ്മളുടെ ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞു. ഇപ്പം നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത്, ഇതും വൈക്കോഫിന്റെ ലൈൻ അല്ല. ഓക്കെ, ഈ ഒരു ഭാഗം വരയ്ക്കാം. ഈ ഒരു ഭാഗത്ത് മുൻപ്
സപ്പോർട്ട് എടുത്ത് മുൻപൊരു സ്വിങ് വന്ന ഭാഗമാണ്. അതുകൊണ്ട് അവിടെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കാം. അതുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇവിടെ നല്ല ഒരു ബൈങ് കണ്ടിട്ടുള്ളത്. ഇതൊരു പക്ഷേ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് ചീപ്പർ പ്രൈസ് ആയി എന്ന് തോന്നിയിട്ട് ഒരു ബൈയിങ് എടുത്തതായിരിക്കാം. ഇനി മൊമെന്റത്തിന്റെ ബാക്കി ഭാഗം ഞാൻ പറയാം. മുമ്പ് പറഞ്ഞല്ലോ, ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അല്പം കറങ്ങുന്നത് മൊമെന്റം ഉള്ളതുകൊണ്ടാണ് എന്ന്. ഇനി ഇവിടെ മൊമെന്റം ഉണ്ടോ എന്ന് നോക്കാം. ഈ രണ്ട് ക്യാൻഡിലുകളും, ഈ റെഡ് ക്യാൻഡിലും ഈ ഗ്രീൻ ക്യാൻഡിലും രണ്ടും ബൈയിങ് തന്നെയാണ്. ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് വാങ്ങിയിട്ടുണ്ട്. ഇവിടെയുള്ള വോള്യം വളരെ ഹൈ ആയിരിക്കും. ഇതിപ്പോൾ ആവറേജ് വോള്യം നമ്മൾ കാണുന്നത് 2.23 മില്യൺ ആണ്. അപ്പോൾ ഇതൊരു 10 മില്യൺ 5 ടൈംസ് എങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ 4 ടൈംസ്, ഏകദേശം ഒരു 10 മില്യണിന്റെ അടുത്ത് ഇതിന് വോള്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ബൈയിങ് നടന്ന സ്ഥിതിക്ക് ഇത് എന്ത് ചെയ്യണം, അത്യാവശ്യം നല്ല മുകളിലേക്ക് ഒരു മൊമെന്റം തരേണ്ടതാണ്. ഇവിടെയൊക്കെ നടക്കുന്നത് നമ്മൾ ബൈയിങ് ആണെന്ന് വിചാരിക്കും. എന്നാൽ ഈ ടോപ്പ് വിക്ക് ഉണ്ടല്ലോ, അവിടുന്ന് നടന്ന സെല്ലിങ് പിന്നീട് നടന്ന ബൈയിങ്ങിന്റെ ഈ വോള്യൂംസ് എല്ലാം നിങ്ങൾ അട്ടിക്ക് വെച്ചാൽ ഏകദേശം ഇതിന്റെ പകുതിയെങ്കിലും, ഇത്രയെങ്കിലും വരും. ഈ കഴ്സർ നിൽക്കുന്ന അത്രയെങ്കിലും വരും. അതുവരെയെങ്കിലും വരുന്ന ഈ ക്യാൻഡിലുകൾക്ക് ഉണ്ടായിട്ടുള്ള പ്രൈസ് മൂവ്മെന്റ് കുറവാണ്, നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടെ നോക്കാനുള്ളത്, ഈ മൊമെന്റം അവിടെ വരുന്നുണ്ടോ എന്ന് നോക്കാം. മുകളിലേക്കല്ല പോയത്, താഴേക്കാണ് പോയത് അല്ലേ? മൊമെന്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് മുകളിലേക്ക് പോകണമായിരുന്നു. ഈ ഒരൊറ്റ ബൈയിങ് കാരണം ആയിട്ട് തന്നെ എന്ത് ചെയ്യും, മൊമെന്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുകളിലേക്ക് പോകും. ഫാന് നിങ്ങളൊന്ന് സ്വിച്ച് ഓൺ ആക്കി ഓഫ് ആക്കിയാൽ തന്നെ എന്ത് ചെയ്യും, ആ ഒരു മൊമെന്ററി അതിന് കിട്ടിയിട്ടുള്ള ആ ഒരു പുഷ് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് കുറച്ച് സമയത്തേക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങില്ലേ. അതാണ് മൊമെന്റം എന്ന് പറയുന്നത്, ആംഗുലർ മൊമെന്റം. ഇവിടെ അങ്ങനെ മൊമെന്റം ഉണ്ടായിട്ടില്ല എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസ് വീണ്ടും താഴെ അവിടെ നിന്ന് ഈ മുകളിലേക്ക് പിന്നീട് എത്തിയിട്ടുള്ള ഹൈ ആണ് ഇവിടെ. ഈ ഹൈയിൽ നിന്ന് വീണ്ടും സെല്ലിങ് നടക്കുന്നു. ഇതിന്റെ തൊട്ട് മുമ്പൊക്കെ ഫോം ചെയ്ത ക്യാൻഡിൽ വളരെ വലുതായതുകൊണ്ട് മാത്രമാണ് ഇവിടെ നമുക്ക് ശേഷം വന്ന ക്യാൻഡിലുകളൊന്നും വലുതായിട്ട് തോന്നാത്തത്. കാരണം മുമ്പുണ്ടായ ആവറേജിന്റെ 5 ഇരട്ടിയോളം വലിയ ക്യാൻഡിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, എനിവേ, അതിനുശേഷം താഴേക്ക് ആ സ്റ്റോക്കിന്റെ പ്രൈസ് വീണ്ടും വരുന്നു. ഇനി ഇവിടെ സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ, ഇനി അവര് വീണ്ടും വാങ്ങുമോ എന്നും കൂടെ നോക്കാം. കാരണം അവര് ഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സ് ആണോ എന്ന് നോക്കണമല്ലോ. ഇല്ല, അവര് പിന്നീട് അവിടെ വാങ്ങിയിട്ടില്ല. കാരണം എന്താണ്, അവിടെ അല്ല അതിന്റെ യഥാർത്ഥത്തിലുള്ള ലോ വാല്യൂ എന്ന് അവർക്ക് മനസ്സിലായി. ഇനി ഒരുപക്ഷെ അവരിൽ തന്നെ ആയിരിക്കണം, അതായത് ഈ സ്റ്റോക്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും അല്ലേ ഇത് വാങ്ങുകയുള്ളൂ. ആ സ്റ്റോക്കിൽ ഇൻട്രസ്റ്റ് കണ്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം അത് എന്നതുകൊണ്ടാണ്. ഒരുപക്ഷെ അവരിൽ തന്നെ ആയിരിക്കണം, നമ്മളുടെ അനുമാനമാണ്, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഡാറ്റകളൊന്നും അതിന്റെ പിന്നിലില്ല. ഏതായാലും നമ്മൾ അനുമാനിക്കുന്നു എന്താണ്, ഇതേ ടീം തന്നെ ആയിരിക്കണം അവിടെ വീണ്ടും വാങ്ങിയിട്ടുള്ളത്. മുമ്പ് 10 ലക്ഷം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിപ്പോ അതിന്റെ അന്ന് വാങ്ങിയ ഹൈയിനേക്കാള് എത്രയോ 10 ഇരട്ടിയോ 20 ഇരട്ടിയൊക്കെ ആയിരിക്കും. 2-3 ഇരട്ടി ആയിരിക്കും. ആവറേജിന്റെ ഒരു 10 ഇരട്ടിയൊക്കെ ഉണ്ടാവുമായിരിക്കും. ആവറേജ് ഇത് അവിടെ ഈ കാണുന്ന നീല, അതിന്റെ 10 ഇരട്ടിയൊക്കെ ആയിരിക്കും ഇത്. ഇനി അത് മൊമെന്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? അതും മൊമെന്റം ഉണ്ടാക്കിയിട്ടില്ല. നിലവിലുള്ള 4 ക്യാൻഡിലുകൾ കണ്ടാൽ ഉണ്ടാക്കിയിട്ടില്ല. ഇനി നമുക്ക് ബാക്കി മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ ഈ താഴ്ഭാഗത്ത് വന്നിട്ട് ഇത് വീണ്ടും സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് പോകുമോ, ഇവിടെ വാങ്ങിയ ഇതേ കമ്പനി തന്നെ ഇനിയും കൂടുതൽ വാങ്ങുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഏതായാലും ഇവിടെ തുടക്കത്തിൽ ഇത്രയും ക്യാൻഡിൽ ഫോം ചെയ്ത സ്ഥിതിക്ക് അവിടെ മൊമെന്റം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു ബൈയിങ്ങും പ്രത്യേകിച്ച് മുകളിലേക്കുള്ള മൂവ്മെന്റ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, തൽക്കാലം താഴേക്കുള്ള മൂവ്മെന്റ് അവസാനിച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പറയാം ഒരു എന്താണ്, അക്യുമുലേഷൻ ഫേസ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. ഒന്നുകിൽ അക്യുമുലേഷൻ ആവാം, അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ആവാം. ഇവിടെ വന്ന ബൈയിങ്ങിന് ഇത്രയും മൂവ്മെന്റ് കിട്ടി. താഴേക്കുള്ള മൂവ്മെന്റ് ഇവിടെ അവസാനിച്ചു, അല്ലെങ്കിൽ അവസാനിച്ചു എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. നമ്മൾ അതിന് ശേഷമുള്ള ആ കുത്തനെയുള്ള മൂവ്മെന്റ് തൽക്കാലത്തിന് ഒരു സ്റ്റോപ്പ് വരാൻ ഇവിടെ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം സംഭവിക്കുന്ന ക്യാൻഡിലുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രീൻ ക്യാൻഡിലുകളൊക്കെ അത്യാവശ്യം പ്രോമിസിങ് ആണ്. പ്രത്യേകിച്ച് കഴ്സർ വെക്കാം. പ്രത്യേകിച്ച് ഈ ക്യാൻഡിലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വോള്യം എന്താണ്, ഈ 2 ക്യാൻഡിലുകളും കൂടെ വെക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രൈസ് മൂവ്മെന്റ് സെയിം ആണ്, വോളിയം കൂടുതലുണ്ട്. പക്ഷെ ശേഷം സംഭവിച്ചിട്ടുള്ള ഈ ഗ്രീൻ ക്യാൻഡിലിന് കുറഞ്ഞ വോളിയത്തിൽ നല്ല മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അത് പോസിറ്റീവാണ്. മാത്രമല്ല ഇതൊരു കണ്ടിന്യൂവേഷൻ പാറ്റേണുമാണ് അല്ലെ. ഗ്രീൻ ക്യാൻഡിൽ വന്നു, അതിനിടയിൽ 3 നെഗറ്റീവ് ക്യാൻഡിൽ വന്നു, വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. ആ ഗ്രീൻ ക്യാൻഡിൽ മുമ്പുള്ള ക്യാൻഡിലിനെക്കാളും വലുതാണ്. മുമ്പുണ്ടായ 3 നെഗറ്റീവ് ക്യാൻഡിലിനെക്കാളും ക്രോസ് ചെയ്ത് മുകളിലേക്കും പോയിട്ടുണ്ട്. അതുകൊണ്ട് പോസിറ്റീവ് സിഗ്നൽ ആണ്. പക്ഷേ എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം.
അതായത് ഇത് ഡിസ്ട്രിബ്യൂഷന്റെ ഇടയിൽ ഫോം ചെയ്തിട്ടുള്ളതാണല്ലോ. ഒരിക്കലും ട്രെൻഡിന് എതിരെ ട്രേഡ് ചെയ്യരുത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ട്രെൻഡിന് എതിരാണോ അനുകൂലമാണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. ഏതായാലും ഇതൊരു അപ് ട്രെൻഡായി, ചെറിയൊരു അപ് ട്രെൻഡായി തോന്നുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു പാരലൽ ചാനൽ വരയ്ക്കുന്നുണ്ട്. ഇതും ബിയോണ്ട് വൈക്ക് ഓഫ് ആണ്. പക്ഷേ ട്രേഡിംഗ് ഇൻഫർമേഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് പറയുന്നു, ബേസിക് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം ഇതെങ്ങനെ പോകുന്നു. ഇത് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു മേജർ റെസിസ്റ്റൻസ് നമുക്കുണ്ട്. ഏതായാലും നമുക്ക് കാണാം. അത് ബ്രേക്ക് ചെയ്തു, ലോ ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെയും കണ്ടിന്യൂഷൻ കിട്ടിയിട്ടും, ഇതാണ് ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രം വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യരുതെന്ന് പറയുന്നത്. മാത്രമല്ല ഇത് ഫോം ചെയ്ത പ്ലേസ് നമ്മൾ നോക്കണം. ഇതൊരു ഡിസ്ട്രിബ്യൂഷന്റെ ഇടയിലാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾക്ക് അവിടെ തെറ്റ് പറ്റിയത്. അല്ലെങ്കിൽ നമ്മളുടെ ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രമായി നമ്മൾ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് തെറ്റ് പറ്റാൻ സാധ്യത ഉണ്ടായിരുന്നത്. ഏതായാലും ഇനി ഇത് എവിടെ വരും എന്ന് നോക്കാം. ഇതിന്റെ ഏറ്റവും ലോയില് ആ വലിയ വോളിയം ക്യാൻഡിലിന്റെ അവിടെ വെച്ചത് സപ്പോർട്ട് എടുക്കുമെന്ന് നോക്കാം, അല്ലെങ്കിൽ അതുവരെ പോകുമെന്നൊക്കെ നോക്കാം. യെസ്, അത് അവിടെയും പോയി, അതിന്റെ താഴെയും പോയി. ഏറ്റവും താഴെ ഇവിടെ വന്നു അല്ലേ. ഈ ഒരു ക്യാൻഡിലൊക്കെ, ഈ റെഡ് ക്യാൻഡിൽ, ലാസ്റ്റ് റെഡ് ക്യാൻഡിൽ ഒരുപാട് വലിയ വിക്കുണ്ട്. കുറഞ്ഞ വോളിയത്തിൽ തന്നെ അത്യാവശ്യം തന്നെ, കുറഞ്ഞ വോളിയം എന്ന് പറയുമ്പോൾ ആവറേജിനേക്കാളും കൂടുതലാണ്, എന്നാൽ തന്നെ അവിടെ അത്യാവശ്യം ബൈയിങ് നടക്കുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത ദിവസം ആ ബൈയിങ് തുടർന്നു പോയോ? ഇല്ല. സെല്ല് ചെയ്യാൻ ആള് കൂടുതലുണ്ട്. അന്ന് തലേ ദിവസം ബൈ ചെയ്തവരെ തോൽപ്പിച്ചിട്ട് അന്നത്തേതിന്റെ റേഞ്ചിലും താഴെയാണ് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത വീക്കിൽ സെല്ലിങ് നടന്നിട്ടുള്ളത്. നെഗറ്റീവ് തന്നെയാണ്. യെസ്, ആ നെഗറ്റീവ് അവിടെ കാണാനുമുണ്ട്. ഓക്കെ, വീണ്ടും ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. അതായത് ഈ ബൈയിങ് നടന്ന റേഞ്ചിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ കുറഞ്ഞ റേഞ്ചിലാണ് വീണ്ടും ഒരു ബൈയിങ് നടന്നിട്ടുണ്ട്. അതിന് താഴെ വിൽക്കുന്നുണ്ട്. പോസിറ്റീവാണ് ക്ലോസ്. നോക്കാം, വെയിറ്റ് ചെയ്യാം. യെസ്, ഇപ്പോഴാണ് ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു സ്വിങ് ഉണ്ടായി. അതായത് ആദ്യം നടന്ന ക്യാൻഡിലിന് ശേഷം പിന്നീട് വന്ന ക്യാൻഡിൽ പ്രൈസ് മൂവ്മെന്റ് തന്നത്. ഇങ്ങോട്ട് നോക്കുക, ഇതിനു മുമ്പ് നടന്ന വലിയ വോളിയം ക്യാൻഡിലിന് ശേഷവും പിറ്റേ ദിവസം നടന്ന ക്യാൻഡിൽ എന്ത് തന്നിട്ടില്ല, വലിയ സ്പ്രെഡ് തന്നിട്ടില്ല. അതിനുശേഷം വന്ന ക്യാൻഡിലും സ്പ്രെഡ് തന്നിട്ടില്ല. ഇങ്ങനെയാണ് ആ ക്യാൻഡിലുകൾ ഉള്ളത്. ഇവിടെ എന്താണ്, അങ്ങനെയല്ല. പകരം ഇവിടെ നമ്മൾക്ക് ഒരു വലിയ ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വന്ന ക്യാൻഡിലും നമ്മൾക്ക് പ്രോമിസിംഗ് ആയിട്ട് പോസിറ്റീവ് സിഗ്നൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ അർത്ഥം ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നല്ല, ഡൗൺസിങ് അവസാനിച്ചു. അതായത് ഇതിന് ശേഷം ഇനി ഒരു അക്യുമുലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ്. ആ സമയം കൊണ്ട് പ്രൈസ് എവിടെ എത്തിയെന്ന് നോക്കും. മുൻപത്തെ അക്യുമുലേഷന്റെയും താഴെ പോയി, അതിനും എത്രയോ താഴെ പോയി. ഒരു പക്ഷെ നിങ്ങൾ ഇവിടെ മുകളിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഹോൾഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ 600 രൂപയുള്ള സാധനം നിങ്ങൾക്ക് ഒരു 100 രൂപയുടെ സാധനമായിട്ട് കയ്യിൽ ബാലൻസ് ഉണ്ടാവും. ഓക്കെ, എനിവേ ഇറ്റ്സ് ദ ടൈം ടു എൻഡ്. ഇതാ ഇവിടെ ഒരു പുതിയ അക്യുമുലേഷൻ റേഞ്ച് ആണ്. ഒന്നെങ്കിൽ റീ അക്യുമുലേഷൻ അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്യും. നമുക്കിതിവിടെ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ അദാനിയുടെ സ്റ്റോക്കിൽ എങ്ങനെയാണ് ഹിഡൻബർഗിന്റെ ആ റിപ്പോർട്ടിന്റെ മുൻപ് സെല്ലിംഗ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ടാവും. ഒരുപാട് ലെങ്തി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. ഒരുപാട് പേരും മൊബൈലിലായിരിക്കും കാണുന്നുണ്ടാവുക. നമുക്ക് അദാനി എന്റർപ്രൈസസ് ആണ് എടുത്തിട്ടുള്ളത്. അദാനിയുടെ സ്റ്റോക്കിന്റെ നെഗറ്റീവ് ന്യൂസ് വന്ന ഡേറ്റ് ഞാൻ ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ജനുവരി 24, 2023 ആണ് ആ ഡേറ്റിൽ. നമുക്ക് ആദ്യം അതൊന്ന് സ്പോട്ട് ചെയ്യണം. അദാനിയുടെ സ്റ്റോക്കിൽ 2023 ജാനുവരി അല്ലേ നമ്മൾ പറഞ്ഞേ? ജാനുവരി 24 ഒന്ന് നോക്കാം. 2020 അദാനി എന്റർടൈൻമെന്റ് തന്നെയാണ്, സോറി എന്റർപ്രൈസസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് 2023 ഫെബ്രുവരി. ഓക്കെ, വെയിറ്റ്, 23. യെസ്, ഇവിടെയാണ് ആ പോയിന്റ് ഉള്ളത്. ഓക്കെ, ഇനി അതിന്റെ മുമ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൽ സെല് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഏകദേശം ഈ ഒരു ഭാഗം. ഓക്കെ, അതിന് ശേഷമാണ് ആ വലിയ ഫാൾ വന്നിട്ടുള്ളത്. അടുത്ത് സംഭവിച്ചതായതുകൊണ്ട് സാധാരണ എല്ലാവർക്കും, പുതുതായി വന്ന ട്രേഡേഴ്സിനും പഴയ ട്രേഡേഴ്സിനും ഒക്കെ ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് തന്നെ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ഈ കാണുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പക്ഷെ ഇവിടെ സ്ലോപ്പിംഗ് സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാലാണ് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവുക. ഓക്കെ, ഈ ഡിസ്ട്രിബ്യൂഷൻ സംഭവിച്ചത് എപ്പോഴാണ് എന്ന് നോക്കാം. ഓക്കെ, ഈ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുന്നത് ഒന്നും കൂടെ സൂം ചെയ്യാം.
ഈ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത് ഏകദേശം 2022 സെപ്റ്റംബറിലാണ് ഫസ്റ്റ് ആയിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത്. ഇവിടെയാണ് അതിൻ്റെ ക്ലൈമാക്റ്റിക് ഹൈ. ഇതാണ് നമ്മളുടെ പ്രിലിമിനറി സപ്പോർട്ട് വരിക. ഇവിടെ ആയിരിക്കും അതിൻ്റെ ലോ വരിക, റേഞ്ചിൻ്റെ ലോ വരിക. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു സ്ലോപ്പിംഗ് സ്ട്രക്ചർ ആണെന്ന്. സ്ലോപ്പിംഗ് സ്ട്രക്ചർ നമ്മൾക്ക് പിന്നീട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സിൻ്റെ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്യാം. ഏതായാലും ഇവിടെ നമ്മൾ സ്ലോപ്പിംഗ് സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഈ ഫേസ് അവസാനിച്ചു. ഇതാ കാണിക്കാം. ക്ലൈമാക്റ്റിക് ഹൈ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ മിഡിലുള്ള ഭാഗമാണ് നമ്മളുടെ അപ് ത്രസ്റ്റ്. ഓക്കെ, കാണിക്കാം. ഇതാണ് നമ്മളുടെ അപ് ത്രസ്റ്റ് ഫേസ് ബി. അതിനുശേഷം ഇതാണ് നമ്മളുടെ ഫേസ് സി ആയിട്ട് വരിക. ഓക്കെ, ഇനി അവിടെയുള്ള വോള്യങ്ങൾ ഒന്ന് നോക്കാം. ഇനി ഓരോ ഭാഗത്തും ഹയർ ഹൈയിലൊക്കെ ഉണ്ടായിട്ടുള്ള വോള്യങ്ങളൊന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം വരാൻ. ഈ ഒരു ഭാഗത്തുണ്ടായിട്ടുള്ള ക്യാൻഡിലുകൾ വളരെ ചെറുതാണ്. നമ്മൾക്ക് പലപ്പോഴും ബ്രേക്ക് ഔട്ട് നടന്നു എന്ന് തോന്നും. ഈ ക്യാൻഡിലുകളുടെയൊക്കെ വോള്യം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മുൻപ് പറഞ്ഞുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഈ ഭാഗത്തൊക്കെയുള്ള വോള്യം ഈ ക്യാൻഡിൽ, ശേഷം നടന്ന ഈ 2 ക്യാൻഡിലുകൾ ഒക്കെ എന്താണ്, വോള്യം കൂടുതലുണ്ട്. ശേഷം നടന്ന ചെറിയ ക്യാൻഡിലുകളിൽ അധികം വോള്യം ഇല്ലെങ്കിലും വോള്യം കൂടുതലുണ്ട്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആവറേജ് വോള്യം അവിടെ കുറവല്ലേ, ഈ ഭാഗത്ത് ഒക്കെ വോള്യം കുറവല്ലേ ഈ ഭാഗത്ത് എന്ന് തോന്നാം. ഇവിടെ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് ഈ ഒരു റേഞ്ച് വിത്ത് ഈ ഒരു റേഞ്ചിനെയാണ്. ഓക്കെ, ആരാണെങ്കിലും താഴെയുള്ള വിലയിൽ കൂടുതൽ വാങ്ങാനല്ലേ ശ്രമിക്കുക. അവിടെ വാങ്ങുന്നവരാണ് ഡൊമിനന്റ് എങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ കുറഞ്ഞ പ്രൈസിൽ കിട്ടുമ്പോഴല്ലേ വാങ്ങാൻ ശ്രമിക്കേണ്ടത്. ഇവിടെയുള്ള വോള്യം ഒന്ന് നോക്കൂ നിങ്ങൾ. ഇവിടെയുള്ള വോള്യം കുറവാണ് അല്ലേ. ഇനി അതേ വോള്യം ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലോ കുറവോ? ഈ 2 വോള്യം ഒന്ന് കമ്പയർ ചെയ്യും. ആ റേഞ്ചിലുള്ള വോള്യം, മുകൾ ഭാഗത്ത് ഫോം ചെയ്ത റേഞ്ചിൽ കൂടുതൽ വോള്യം ഉണ്ട് കമ്പയർഡ് ടു താഴെ ഭാഗം അല്ലേ. അതിന്റെ അർത്ഥം മുകളിൽ സെല്ലിങ് നടക്കുന്നുണ്ട്, താഴെ ബൈയിങ് നടക്കുന്നതിനേക്കാൾ കൂടുതൽ മുകളിൽ സെല്ലിങ് നടക്കുന്നുണ്ട് എന്നാണ്. ഇനി ഈ ഹൈകളെയെല്ലാം ക്രോസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹൈറ്റ്, അത് നമ്മുടെ ക്ലൈമാക്റ്റിക് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. മീൻസ് ഞാനത് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ അപ്ത്രസ്റ്റിന്റെ ഹൈ ആണ്. ആ അപ്ത്രസ്റ്റിന്റെ ഹൈയെയും ക്രോസ് ചെയ്ത് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ വലിയ ക്യാൻഡിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രേക്ക് ഔട്ട് ആയിട്ട് തോന്നില്ല. കുറച്ച് അങ്ങോട്ട് പോകാം. ഓക്കെ, ഇവിടെയുള്ള ഈ ക്യാൻഡിൽ പോസിറ്റീവ് സിഗ്നൽ തന്നെയാണ്, വോളിയം പ്രൈസ് വെച്ച് പോസിറ്റീവ് സിഗ്നൽ തന്നെയാണ്. പക്ഷെ നമ്മൾ മൊത്തം കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. അതായത് ഇത് ഡിസ്ട്രിബ്യൂഷൻ ആണോ അക്യുമുലേഷൻ ആണോ എന്ന് മനസ്സിലാക്കണം. പക്ഷെ തൊട്ടടുത്ത ദിവസത്തെ ക്യാൻഡിൽ അതിന്റെ മുമ്പുള്ള ദിവസത്തിന്റെ ഡബിൾ വോളിയം ഉണ്ടെങ്കിലും പ്രൈസ് മൂവ്മെന്റ് തലേ ദിവസത്തെ അത്രയില്ല. അതുകൊണ്ട് നെഗറ്റീവാണ് തൊട്ടടുത്ത ദിവസം പ്രതീക്ഷിക്കേണ്ടത്. ഇത് ഫേസ് സി ആണ്. അതിനുശേഷം നോക്കൂ, നിങ്ങൾ ഫോം ചെയ്ത ക്യാൻഡിൽ ഇപ്പോഴൊന്നും അദാനിയുടെ റിപ്പോർട്ട് വന്നിട്ടില്ല കേട്ടോ. ഇത് ഡിസംബർ ആണ്, ഒരു മാസം മുമ്പാണ്. ഡിസംബർ 21 ഒരു മാസം മുൻപാണ് അതൊക്കെ. ഏതായാലും അന്ന് ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ നോക്കൂ, അതിന്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ദിവസത്തെ വോള്യം ഏകദേശം സമാനമാണ്. അതിന്റെ വാല്യൂ ക്രോസ് ചെയ്തു. അതിന്റെയും തൊട്ട് മുമ്പുണ്ടായിരുന്ന ദിവസത്തിന്റെ പോസിറ്റീവ് ക്യാൻഡിൽ നമ്മൾ പറഞ്ഞ അതിന്റെയും ലോ ക്രോസ് ചെയ്തു. പിന്നെ ഈ റേഞ്ചിന്റെ ലോയുടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. വോള്യം എന്ന് പറയുമ്പോഴും അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസത്തെ വോള്യം അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന മറ്റു റെഡ് ക്യാൻഡിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സമാനമായ വോള്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഇത്തിരിയും കൂടെ കൂടുതൽ വോള്യം അവിടെ ഉണ്ട്. ഇവിടെ കൂടുതൽ വോള്യം പ്രതീക്ഷിക്കുന്ന സ്ഥലം തന്നെയാണ്, ഫേസ് സി ആണ്. അവിടെ നിന്നും ഒരു നല്ല ഡൗൺ മൂവ്മെന്റ്, നല്ല വോള്യത്തോട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവിടെ നല്ല സെല്ലിങ് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് 2 സ്വിങ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഈ സ്വിങ്ങിന്റെ താഴെ ഭാഗത്ത് അല്പം ബൈയിങ് നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ വിൽക്കുന്നവര് ഇൻസ്റ്റിറ്റ്യൂഷൻസും വാങ്ങുന്നവര് റീറ്റെയിലേഴ്സും ആണ്. ഏതായാലും ഇവിടെ ഈ ഒരു ഡൗൺ സ്വിങ് നോക്കൂ. ഇത്രയും ഭാഗം നോക്കുമ്പോൾ അവിടെയുള്ള വോള്യം തന്നെ പരിഗണിച്ചാൽ, അതായത് ഈ ഒരു ബിഗ് ക്യാൻഡിൽ ഉണ്ടല്ലോ,
ഈ ഒരു ബിഗ് ക്യാൻഡിൽ വരെ, അതായത് ആ വട്ടത്തിൻ്റെ ഉള്ളിലുള്ള അത്രയും ഭാഗം വരെ നോക്കിയാൽ തന്നെ നല്ല വോള്യത്തിലാണ് അവിടെ സെല്ല് നടന്നിട്ടുള്ളത്. ഇനി ശേഷം നടന്ന 2 സെല്ലിങ്ങുകളിൽ ഈ ഏറ്റവും താഴെയുള്ള ക്യാൻഡിലിന്റെ പകുതിയും അതിന്റെ ശേഷം വന്ന മറ്റ് ഡോജി ക്യാൻഡിലും ഒക്കെ നമ്മൾക്ക് സെല്ലിംഗ് അല്ല ബൈയിങ് ആയിട്ടാണ് കൂടുതൽ അവിടെ പരിഗണിക്കേണ്ടത്. എങ്കിൽ തന്നെയും ഇവിടെ നല്ല ഒരു ഡൗൺ സ്വിങ് വന്നിട്ടുണ്ട്, നല്ല വോള്യത്തിൽ തന്നെ. അതേപോലെ പ്രൈസ് വീണ്ടും മുകളിലേക്ക് വന്ന സമയത്ത് നമുക്ക് അതിനേക്കാൾ സ്റ്റീപ്പായ, ഇതിന്റെ ചെരിവ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കൂ, ഇതിന്റെ ചെരിവ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കൂ. ഇതാണ് കൂടുതൽ. 3 ക്യാൻഡിലുകൾ കൊണ്ട് ഏകദേശം സമാനമായ പ്രൈസ് മൂവ്മെന്റ് താഴേക്ക് നടത്തിയിട്ടുണ്ടാവും. ഇവിടെ നടത്തിയിട്ടുള്ളത് 3750 മുതൽ ഏകദേശം 3065 വരെ. ഓക്കെ, 750 രൂപ, 700 രൂപയോളം മൂവ്മെന്റ് താഴേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ 4040 മുതൽ 3500 വരെ, 4040 3500 വരുമ്പോൾ ഏകദേശം 500 രൂപയുടെയൊക്കെ ആ ഒരു റേഞ്ചിലുള്ള പ്രൈസ് മൂവ്മെന്റ് ഇവിടെയും താഴേക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ വെറും 3 ദിവസത്തെ ക്യാൻഡിൽ കൊണ്ടാണ് നടന്നത്. അപ്പോഴും അദാനിയുടെ റിപ്പോർട്ട് വന്നിട്ടില്ല. ഇവിടെ സെല് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇത് ഡിസ്ട്രിബ്യൂഷന്റെ ഫേസ് സിയിലാണ് നിൽക്കുന്നത്. അവിടെ സെല് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോ ഇപ്പോഴും അദാനിയുടെ റിപ്പോർട്ട് ഇനിയും വന്നിട്ടില്ല, ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് ഇനിയും വന്നിട്ടില്ല. അതിന്റെ മുൻപേ തന്നെ സെല്ലിങ് നിങ്ങൾക്ക് കാണാനാവും. ഇനി അതിനുശേഷം വന്ന ബൗൺസിങ്ങിന് ശേഷം വന്ന ഹൈ എന്ന് പറയുന്നത് നമുക്ക് ഈ ഭാഗത്തേക്ക് പരിഗണിക്കാം. അവിടെയും വീണ്ടും വോളിയം തന്നെ കൂടുതലാണ്, അല്ലേ? ഇനി ശേഷം ഇതിന്റെ റിപ്പോർട്ട് വന്ന് സാധാരണക്കാരി റിപ്പോർട്ട് അറിയുന്നത് ഇവിടെയാണ്. അതോടുകൂടി പാനിക് സെല്ലിങ് വരികയും പ്രൈസ് കൂപ്പുകുത്തുകയും ചെയ്യും. അത് നമ്മൾ പത്രത്തിലും സ്റ്റോക്ക് മാർക്കറ്റിലും നമ്മളുടെ ഗ്രൂപ്പുകളിലും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടതായിരിക്കും. അതുകൊണ്ട് ഇനി അത് പറയുന്നില്ല. ശേഷം ഇനി അതിലുള്ള സെല്ലിങ്ങുകളാണ് ആദ്യം ആ ഹയർ വോള്യത്തിൽ കാണുന്നത്. എല്ലാവരും സെല്ല് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ താഴ്ഭാഗത്ത് ഇവിടെ വീണ്ടും ഒരു അക്യുമുലേഷൻ നടക്കുന്നുണ്ട്. ഈ അദാനിയുടെ പ്രൈസിന്റെ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന് കാണുന്ന ഒരു വാല്യൂ ഉണ്ടാവും. ആ ഒരു വാല്യൂയിൽ എത്തിയപ്പോൾ അതിന്റെ താഴേക്കുള്ള മൂവ്മെന്റ് അവസാനിക്കുകയും അതിൽ ഒരു അക്യുമുലേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അത് നമ്മൾക്ക് ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. ഇതിന്റെ ഫസ്റ്റത്തെ അപ്സ്വിങ്, രണ്ടാമത്തെ അപ്സ്വിങ് ഒക്കെ കാണാം, താഴേക്കുള്ള ഡൗൺ സ്വിങ് ചെറുതായി വരുന്നതൊക്കെ കാണാം. അവിടുന്ന് ഒരു അക്യുമുലേഷൻ നടക്കുന്നു, സ്ലോപ്പി അക്യുമുലേഷൻ ആണ്. നമുക്ക് നോക്കാം അക്യുമുലേഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നോക്കാം. സംശയമുണ്ട്. യെസ്, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദാനിയുടെ അക്യുമുലേഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ അക്യുമുലേഷൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിലുള്ള വോളിയം കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് സെല്ല് ചെയ്യാൻ ആളുകളില്ല, എല്ലാവർക്കും ബൈ ചെയ്യാനാണ് താല്പര്യം എന്ന രീതിയിലേക്ക് അത് വരുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ബൈയിങ്ങിനോ സെല്ലിങ്ങിനോ ഉള്ള ഒരു അഡ്വൈസ് അല്ല. ഇതൊന്നും ബൈ ചെയ്യുന്നതിനേക്കാളും നല്ല വേറെ എത്രയോ സ്റ്റോക്കുകളുണ്ട്. ഏതായാലും നമുക്ക് വീഡിയോയുടെ അവസാനിപ്പിക്കാം. അതിന്റെ മുൻപ് ഇന്നത്തെ ഒരു ക്വിസ്. ഓക്കെ, നമ്മൾക്ക് ഗോൾഡിന്റെ ചാർട്ട് ഒന്ന് നോക്കാം. XAU USD, അതിൽ ഹോണ്ട. ഓക്കെ, ഇതിന്റെ ചാർട്ടില് ഇപ്പൊ വന്നിട്ടുള്ള ഈ ഒരു ഭാഗം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇതിന്റെ ഞാൻ മുൻപ് അനലൈസ് ചെയ്യാൻ വേണ്ടി വരച്ച ചിത്രങ്ങളൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട. അത് ഞാൻ മായ്ച്ചിട്ടൊന്നുമില്ല. നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിലുള്ള വോള്യം നിങ്ങളൊന്ന് നോക്കുക. മൊത്തത്തിൽ വന്നിട്ടുള്ള ലോഗിന്റെ ചാർട്ട് തന്നെയാണ്. ഇതിൽ വന്നിട്ടുള്ള വോള്യം ഒന്ന് നോക്കുക. വോള്യം എങ്ങനെയാണ്? മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഓക്കെ, ബൈയിങ് ആണെങ്കിലും സെല്ലിങ് ആണെങ്കിലും വോള്യം എക്സ്പൊണൻഷ്യലി മുകളിലേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിലുള്ള ഈ ഒരു ക്യാൻഡിലുകൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ അവസാനം വന്നിട്ടുള്ള പ്രത്യേകിച്ച് ഈ 3 ക്യാൻഡിലുകൾ, അതുപോലെ തന്നെ ഈ മുകളിലേക്ക് പോകുമ്പോൾ വരുന്ന ഈ ക്യാൻഡിലുകൾ, അതിലുണ്ടാവുന്ന വോള്യം, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് പറയണം. ഓക്കെ, അതായത് ഇത് ഫേസ് എ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ബൈയിങ് ക്ലൈമാക്സ് ആണോ? അത് ബൈയിങ് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യായിരിക്കും. ഇത് ബൈയിങ് ക്ലൈമാക്സ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക്, അതുപോലെ തന്നെ ഇതിന്റെ പ്രിലിമിനറി സപ്ലൈ എവിടെ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയുമോ എന്നറിയില്ല. XAU USD ആണ് സിമ്പിള്. പിന്നെ നിങ്ങൾക്ക് ഏതും എടുക്കാം. INR ആയിട്ട് കമ്പയർ ചെയ്യുന്ന, USD ആയിട്ട് കമ്പയർ ചെയ്യുന്ന ഏതും എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് OANDA അവരുടേതാണ്. ഏതായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഗോൾഡിന്റെ
ഈ ചാർട്ടിലെ അവസാനത്തെ ഭാഗത്ത് ഫെബ്രുവരി തുടക്കത്തിൽ സംഭവിച്ചിട്ടുള്ള ഇതിന് ശേഷം സംഭവിക്കുക, ഇത് ഒന്ന് ഫേസ് എ ആണോ എന്ന്, ഇനി ഇതിനു ശേഷം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അനുമാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാതിനനുസരിച്ചിട്ട് നിങ്ങളൊന്ന് എഴുതുക. ഇനി ഇത് പെട്ടെന്ന് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോവുമോ, ഇനി ഇത് താഴേക്ക് പോകുമോ, ഏത് റേഞ്ചിലായിരിക്കും ഒരു പക്ഷേ ഇതിനി ട്രേഡ് ചെയ്യാൻ സാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുമാനത്തിൽ ചെയ്തിട്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മണിക്കൂറോളം ഇപ്പൊ ഇത് ചെയ്തില്ലേ, അതുകൊണ്ട് നിങ്ങൾ ഒരു 2-3 മിനിറ്റ് എടുത്തിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ അനുമാനം എന്ന്. ബാക്കിയുള്ളവരുടെ കമന്റ് നിങ്ങൾ വായിക്കണമെന്നില്ല, നിങ്ങളുടെ കമന്റ് തെറ്റാവാം ശരിയാവാം, അത് നിങ്ങൾ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാനാണ്. ഓക്കെ, താങ്ക് യു.